السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. സമാദരണീയരായ പണ്ഡിതന്മാർ, വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഉമ്മപെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഓർമ്മയിലായി ഈ സ്ഥലത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മെ ഇന്ന് വരെയുള്ള എല്ലാ ദോഷങ്ങളും പുറത്ത് കബൂലാക്കുകയും ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. നമ്മുടെ ഈ എല്ലാ നന്മകളുടെയും ലക്ഷ്യം അല്ലാഹുവാണ്. ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹുവിനെ പ്രാപിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ബദരീങ്ങളുടെ പേരിങ്ങനെ വിളിച്ചിട്ട് ഇടക്ക് അല്ലാഹുമ്മ അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുവേ, അൻത നീയാണ് മഖ്സൂദി, ഞങ്ങളുടെ ലക്ഷ്യം, വരിളാക മത്ലൂബി, ഞങ്ങളുടെ തേട്ടം നിന്റെ തൃപ്തിയാണ്. മജ്ലിസുൻ നൂറും മജ്ലിസുൽ ഇൽമും മജ്ലിസ് ദിക്റും മജ്ലിസ് സ്വലാത്തും മറ്റെല്ലാ ഇബാദത്തുകളും അല്ലാഹുവിന്റെ ലിഖാഇന്റെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ. അല്ലാഹുവിന്റെ ലിഖാഅ് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആനിലെ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം അങ്ങനെയാണ്. അമലുൻ സാലിഹ് എന്ന രീതിയിലാണ് കേരളത്തിൽ ഉടനീളം ഇത്തരം സദസ്സുകൾ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം നഷ്ടപ്പെട്ടിരുന്ന ഈ സുഹൃതത്തെ ജനകീയമാക്കി ജനനായകൻ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അല്ലാഹു ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരോടൊന്നിച്ച് സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങി ഒന്നും കൂടി സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസങ്ങളിലും പരിപാടിയാണ്, മണിക്കൂറുകളോളം സകല ദിവസങ്ങളിലും ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത യാത്രയാണ്, ദീർഘമായ യാത്രകളാണ്. മിഞ്ഞാന്ന് കർണാടകയിലായിരുന്നു, ഇന്നലെ പാലക്കാട് ജില്ലയിലായിരുന്നു, നാളെ കാസർഗോഡ് ഭാഗത്താണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അഷ്റഫ് സാഹിബ് ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ വന്നതാണ്. സെറ്റിങ്സിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുകൊണ്ടായിരിക്കും ചിലപ്പം സഹോദരന്മാരിങ്ങനെ ആക്കിയത്. കാരണം ഇത് തൊണ്ട കൊണ്ടുള്ള പണിയാണ്, സെറ്റിങ്സ് ചെയ്തിട്ടെങ്കിലും മിണ്ടാൻ കഴിയില്ല. എന്തോ ഇവിടെ വന്നപ്പോൾ ഒരു പാത്രത്തുമ്പോ മുട്ടും പോലെയാണ്. ഈ ഇത്രേ ഉസ്താദന്മാരെ ഇരുന്നിട്ട് മജ്ലിസിനൂർ അല്ലിട്ട് ആ തെങ്ങിന്റെ അപ്പുറത്ത് കേൾക്കണില്ല. അപ്പൊ അതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. നിങ്ങൾ എന്നാ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ശരിയാക്കണം. പറഞ്ഞിക്കണോ, കൊണ്ടുവരാൻ പറഞ്ഞിക്കണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾ നന്നായി ഉൾക്കൊള്ളണം. അല്ലാഹു ഹൈറായ കാര്യങ്ങൾ പറയാനും അത് ഉൾക്കൊണ്ട് ജീവിച്ച് രക്ഷപ്പെടാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
ഇവിടെ നിന്ന് മജ്‌ലിസുന്നൂറിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉസ്താദ് കഴിഞ്ഞ മജ്‌ലിസുന്നൂർ സദസ്സിൽ വഅള് പറഞ്ഞ ആളാണ് എന്നറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് നമുക്കും ഇവിടെ ഉള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ദീനിന്റെ ദഅവത്തിന് തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊരാള് അദ്ദേഹത്തിന്റെ വണ്ടി ഉപയോഗിക്കാൻ തന്നാൽ, വാടകക്കല്ല ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തന്നാൽ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ആ വണ്ടി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കയറ്റാറുണ്ട് അല്ലേ? വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി സർവീസ് ചെയ്തിട്ടാണ് കൊടുക്കുക. നമുക്കൊരാൾ അയാളുടെ വീട് 2 മാസം ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടി തന്നാൽ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീടൊന്ന് തൂത്തുവാരി വൃത്തിയാക്കി കൊടുക്കാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യലില്ലേ? ഇല്ലേ? എന്തിനേറെ പറയുന്നു, പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥിക്ക് ഒരു പേന ആരെങ്കിലും കൊടുത്താൽ, എഴുതി കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ, എഴുതി കഴിഞ്ഞാൽ ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കല്. ആർക്കും അറിയുന്ന കാര്യമാണ്. ഒരാളൊരു സാധനം തന്നാൽ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നതുപോലെയെങ്കിലും തിരിച്ചേൽപ്പിക്കുക എന്നത് ഒരു സ്വാഭാവിക മര്യാദയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവ്, അത് അള്ളാഹു നൽകിയ സമയത്ത് വളരെ പരിശുദ്ധമായിരുന്നു. ഈ ഭൂമിയിൽ ഉമ്മന്റെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന സന്ദർഭത്തിൽ അത് വളരെ പാകപ്പെട്ടതായിരുന്നു, പരിശുദ്ധമായിരുന്നു. അതിന് അള്ളാഹു എന്നത് മാത്രം മതിയായിരുന്നു. കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്റ, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്റ. ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അത് അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുക്കണം. അതതിന്റെ മര്യാദയാണ്. ഭൂമിയിൽ വന്നപ്പോഴുള്ളത് പോലെയല്ല ഇപ്പൊ ആകെ മാറിയിട്ടുണ്ട് ഇല്ലേ? മാറിയിട്ടില്ലേ? മാറിയിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. നമ്മൾ ഭൂമിയിൽ ഇറങ്ങിയ ഉടനെ പാല് കുടിക്കുന്ന സമയത്താണ് നമ്മൾ മരിച്ചതെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു? സ്വർഗത്തില്. ഇപ്പൊ മരിച്ച എവിടെയാണ്? എന്തേ ഉറപ്പ് പോയത്? കള്ളത്തരം കാട്ടിന്ന് ഉറപ്പാണ്. അതാണ് നിങ്ങൾ നല്ല എല്ലാരും അവസ്ഥ അതാണ്. ഭൂമിയിൽ നമ്മൾ വന്ന ഉടനെ മരിച്ചാൽ സ്വർഗത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സ്വർഗത്തിലായിരുന്നു എല്ലാരും പറയും, ആ സ്വർഗത്തിൽ തന്നെയാണ്. എന്റെ ചോദ്യം, ഇപ്പൊ മരിച്ചാൽ എവിടെയാണെന്നാണ്. ആരും മിണ്ടണില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ മരിച്ച ഒന്നും പറയാൻ പറ്റൂല. കാരണം ആത്മാവാകെ കേടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മിണ്ടാത്തത്. ആത്മാവാകെ കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ മിണ്ടാത്തത്. വന്ന ആത്മാവല്ലപ്പോഴുള്ളതെന്ന് നമ്മൾ സമ്മതിച്ചു. ഇനി വേണ്ട എന്താണ്? ആ പഴയ അവസ്ഥയ്ക്ക് മടങ്ങുക. അതിനാണ് ഈ സദസ്സ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സ് അതിനു വേണ്ടിയാണ്. ആ പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ അല്ലാഹുമ്മ അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുവേ, ലക്ഷ്യം നീയാണ് റബ്ബേ, നേട്ടം നിന്റെ പൊരുത്തമാണ് അല്ലാഹ്. ലക്ഷ്യം നീയാണ് റബ്ബേ, നേട്ടം നിന്റെ പൊരുത്തമാണ് പടച്ചോനെ എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ ലക്ഷ്യമാക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന യാചന, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന പാപമോചനം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കണ്ണ് നിറയുക. സർവശക്തനായ അല്ലാഹ്, സർവജ്ഞനായ അല്ലാഹ് എന്ന ഈ വിളി ഉള്ളത് ഫുള്ള് കൊടുക്കട്ടോ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളടുത്ത് എന്തെങ്കിലൊന്നുമില്ലേ? ഓരോന്നും പറഞ്ഞു ഇതിനു വേണ്ടി പഠിച്ച സാധനങ്ങൾ മജ്‌ലിസിന് പുറത്തുനിന്നുള്ളതല്ല. എന്നാ പിന്നെ സംഘാടകരോട് ഒരു കാര്യം പറയാം, ഈ സെറ്റിങ്സ് ലെവലില്ലാത്തവർക്ക് പരിപാടിക്ക് വിളിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് ബലൂണല്ല, ഇതൊന്നും ബലൂണല്ല. നിങ്ങൾ 2 ദിവസം ഉപയോഗിച്ച് നോക്കണം, അപ്പോഴേ അറിയാം. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും എന്താ മൂപ്പര് പറയുന്നത്. അത് നിങ്ങൾ ഈ പ്രസംഗം നടത്തി നിങ്ങൾക്ക് തിരിയും. ഇങ്ങനൊന്നും പറഞ്ഞ ഏതായാലാവട്ടെ, അള്ളാഹിന്റെ ദീനിന്റെ ഖിദ്മത്താണ്. പഠിച്ച നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ, ആരോഗ്യം അല്ലാഹു തആല കൂട്ടി തരട്ടെ. ഇത് ആരോഗ്യത്തിന്റെ ഒരു വിഷയം. ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ 1 മണിക്കൂർ മൈക്ക് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചിന്തിച്ചാൽ പിന്നെ വേദനക്കൂല. നമുക്കൊന്നും ഒരൊറ്റ ദിവസം ഒഴിവില്ല, ഒറ്റ ദിവസം ഒഴിവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സെറ്റിങ്സിന്റെ കാര്യം. ഇപ്പൊ ഫാന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഫാന് വേണമെന്നാണ്. കാരണം ഫാൻ ഉണ്ടെങ്കിൽ ചൂട് കുറയും. പക്ഷെ വേണ്ട വെച്ചാൽ അതൊരു വിഷയമല്ല, അതിന്റെ കാറ്റുകൊണ്ട് ഈ സൗണ്ട് പോണ്ടെന്ന് വെച്ചിട്ടാണ്. ചൂട് സഹിച്ചാലും വേണ്ടിയില്ല, സൗണ്ട് ശരിയാണെന്ന് വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ പങ്കെടുത്ത് നമ്മളൊക്കെ കബൂലാക്കി തരട്ടെ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയിട്ടുള്ള ആത്മാവ് തിരിച്ചു നൽകുന്ന സമയത്ത് അള്ളാഹു നൽകിയതുപോലെ തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. അള്ളാഹു നൽകിയ സാധനം അത് തിരിച്ചു നൽകുന്ന സമയത്ത് നൽകിയത് ആരാ നോക്കണം. നൽകിയത് അള്ളാഹു ആണ്. അത് തിരിച്ചു നൽകുന്ന സമയത്ത് നൽകിയതുപോലെ പരിശുദ്ധമായി തിരിച്ചു സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപകടം ആഴത്തിലുള്ളതാണ്. എന്താണ് അപകടം? വസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ വസ്ഹാബുൽ ശിമാലി മാ അസ്ഹാബുൽ ശിമാൽ في سموم وحميم وظل يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وأصحاب الشمال ما أصحاب الشمال. ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്ന വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് അസ്ഹാബു ശിമാൽ എന്നാ. ഫീ സമൂമിൻ വഹമീം. അവര് വിഷക്കാറ്റിലും ചുട്ടുകൊള്ളുന്ന കഠോരമായ തീച്ചൂടുള്ള കഠോരമായ വെള്ളത്തിലുമാണ് നബിയേ. ഹമീം, ഹമീം. ഇതാണ് ഹമീം, ചുടുവെള്ളം. ഏതാ ചുടുവെള്ളം? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം ഫഖത്തഅമാഹു. ഈ ഹമീമിൽ നിന്ന് ഒരു തുള്ളി മനുഷ്യന്റെ നെറുന്തലേക്ക് എത്തിച്ച്, എന്നാൽ അവന്റെ വയറ്റിന്റെ അകത്തിലുള്ള കുടൽമാല കത്തിക്കീറി വയറ് പൊട്ടിയിട്ട് പുറത്തേക്ക് ചാടുമെന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ. അന്നാമീൻ പറയാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇലാഹി അന്ത മഖ്സൂദി വറിദാക മത്ലൂബി. എല്ലാരും കൂടി ഒന്ന് ചേർന്ന് ചൊല്ലിക്കോ. ഇലാഹി അന്ത മഖ്സൂദി വറിദാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വറിദാക മത്ലൂബി. അല്ലാഹു അവന്റെ ലിഖായിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാ. അല്ലാഹു അവന്റെ ലിഖായിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ വന്നിക്കുന്ന ആളുകൾക്ക് കസേര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താല് നിങ്ങൾക്ക് കസേര ഉണ്ടോ? കസേര ഉണ്ടോ? ഉള്ള നിങ്ങളെ ഒന്നങ്ങോട്ട് മുമ്പൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളി. എന്നാ പിന്നെ ഇനി വരുന്നവർക്ക് ബാക്കിൽ ഇരിക്കുക. അതുകൊണ്ടാണ് കുറച്ച് 2 അടി കണ്ട് നീങ്ങിയാൽ മതി.
എന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിക്കും, നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങളും ക്ഷമിക്കണം. കുറഞ്ഞ സമയം സംസാരിച്ച് ദ്വാരന്നിട്ട് നമുക്ക് പിരിയണം. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. കബൂലിയത്താണ് ആവശ്യം, ഏറ്റവും പ്രധാനം കബൂലിയത്താണ്. ആമിർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസങ്ങളിലും 100 റക്അത്ത് 1000 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. സുന്നത്ത്, ഫർളല്ല. ഫർള് 17 റക്അത്തല്ലേ ഉള്ളൂ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് ആമിർ ഇബ്നു ഖൈസ്. നിങ്ങളെങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കണേ, എങ്ങനെ ഇത് സംഭവിക്കാന്ന? നമ്മളും അതും തമ്മിലൊന്നും യാതൊരു പരിചയമില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ പോയി സംഭവിക്കാം? അത് തൗഫീഖുള്ളവർക്ക് സംഭവിക്കാം. തൗഫീഖാണ് പ്രധാനം. തൗഫീഖുള്ളവർക്ക് അതിനൊക്കെ കഴിയും. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്ന ഈ മഹാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരയാണ്. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പ എന്തിനാ കരയണെന്ന് വെച്ചു. ഞാൻ അള്ളാഹിനെ പേടിച്ച് കരയണം. ആര്? 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആള് അള്ളാഹിനെ പേടിച്ച് കരയണം. അതില് മോൻ പറഞ്ഞു, വാപ്പ അങ്ങനെ കരയാൻ പാടില്ല. കാരണം നമ്മളെപ്പോ നോക്കുകയാണെങ്കിലും വാപ്പ സുജൂദിലോ റുക്കൂഴിലോ അത്തഹിയ്യാത്തിലോ ദുആയിലൊക്കെ ആയിരിക്കും. നിങ്ങളിങ്ങനെ ഇങ്ങനെ കരഞ്ഞാൽ നമ്മളെ കാര്യം. അതിലാണ് വാപ്പയാകുന്ന ആമിർ ഇബ്നു ഖൈസ് മകനോട് പറയുകയാ, മോനെ, എടാ നീ എന്റെ നിസ്കാരമല്ലേ കണ്ടിട്ടുള്ളൂ, എന്റെ ദുആഅല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഖുർആനിൽ ഒരായത്തുണ്ട്, അത് നീ കണ്ടിട്ടുണ്ടോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാ. ഞാൻ ആ മുത്തഖീങ്ങളിൽ പെട്ടു എന്നതിന് നിന്റെ അരികിൽ രേഖയുണ്ടോ? ഞാൻ സുജൂദ് ചെയ്തു എന്നതിന് നിന്റെ അരികിൽ തെളിവുണ്ട്. ഞാൻ റക്അത്തുകൾ ഒപ്പിച്ചു എന്നതിന് നിന്റെ കയ്യിൽ തെളിവുണ്ട്. പക്ഷെ അല്ലാഹു അവന്റെ കലാമിൽ പറഞ്ഞ മുത്തഖീങ്ങളില് ഞാൻ പെട്ടു എന്ന് നിനക്ക് തെളിവുണ്ടോ എന്ന് പറഞ്ഞ് കരയുകയാ. അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നാളെ ബദരീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തക്ക കാരണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ എത്ര ഫാത്തിഹ അവരെ പേരിൽ ഓതണം, എത്ര ഓതിയാലും പൂതിയിരുവോ? അതിന് അവര് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? നിങ്ങൾ ചിന്തിക്കുകയും. വാവാ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നിങ്ങൾ കേട്ടുകണോ? ആരാ? റളിയല്ലാഹു അൻഹു നെല്ലിയത് അലൈഹിസ്സലാം നെല്ലിയ. അപ്പൊ പാമ്പുടുത്തക്കാരനാണ് വാവാ സുരേഷ് എന്ന് പറഞ്ഞ പാമ്പുടുത്തക്കാരൻ. നിങ്ങളറിയോ? ഉണ്ട്, വാവാ സുരേഷ്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ദൈവമായി പരിഗണിക്കുന്നുണ്ട്. കുറെ ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമ ഉണ്ട്, വാവാ സുരേഷ്. എന്താണ് കാരണം? ജനങ്ങളെ ഉപദ്രവിക്കുന്ന പാമ്പിനെ പിടിക്കുന്ന ആളാണെന്നുള്ള, അല്ലേ? വേറെ ആൾക്ക് വേറെ പ്രത്യേകമൊന്നുമില്ല. അയാള് എവിടെ പാമ്പിനെ കണ്ട ആളെ വിളിച്ചാലും അയാൾ ഓടി വന്നിട്ട് ഫ്രീ ആയിട്ട് പിടിച്ചോണ്ടു. ഏത് വലിയ പാമ്പിനും പാമ്പിന്റെ വിഷം കൂടുക, വലിപ്പം കൂടുക, ഇതനുസരിച്ചുകൊണ്ട് മുമ്പർക്ക് പിടിക്കാൻ രസം. ചെറുകിട പാമ്പൊക്കെ ആണെങ്കിൽ മുമ്പർക്ക് ടെൻഷനാണ്. മുമ്പർക്ക് രസം കിട്ടണമെങ്കിൽ രാജവമ്പാലാണ്. മറ്റേ മൂർഖനൊക്കെ നമ്മൾ ഈർക്കലി എടുക്കുമ്പോൾ എടുക്കും. നമ്മൾ ഈർക്കലി ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കും. രാജവമ്പാലാകുമ്പോൾ മുമ്പര് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. ആളുകൾക്ക് മുമ്പരോട് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലത്ത് മുമ്പര് ദൈവമാണ്. എന്തേ? അയാള് ജനങ്ങളെ ഉപദ്രവിക്കുന്ന പാമ്പിനെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോഴേക്ക് അയാളെങ്ങനെ നെഞ്ചിലേറ്റുന്ന, അയാളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്നെങ്കിൽ ബദരീങ്ങളെ നമ്മൾ എത്ര സ്നേഹിക്കണം. കാരണം ബദരീങ്ങൾ പിടിക്കുന്നത് പാമ്പിനല്ല, പിന്നെ ശൈത്താനെയാണ്. പാമ്പ് കടിക്കല് ശരീരത്തിലാണ്. ശരീരത്തിന് പാമ്പ് കടി ഏറ്റാല് ഏറിയെന്ന് എന്തുണ്ടാവും? ഏറിയെന്ന മരിക്കും. അതിപ്പോ അല്ലെങ്കിലും മരിക്കൂലേ? പാമ്പ് കടിച്ച് മരിച്ചാൽ ആരെങ്കിലും കാഫിറാവോ? ഇല്ല. ചിലപ്പോ രക്തസാക്ഷിന്റെ കൂലി കിട്ടും, ഷഹാദത്തിന്റെ കൂലി കിട്ടും. എന്നാ ഇബ്ലീസ് കടിക്കണേ, ശൈത്താൻ കടിക്കണേ ശരീരത്തിലല്ല, പിന്നെ എവിടെ? നമ്മൾ പറഞ്ഞ ആത്മാവിലാണ്. ആ കടിയേറ്റ് മരിച്ചാല് ഷഹീദിന്റെ കൂലിയല്ല, നരകാ കിട്ടും. ബദരീങ്ങൾ പിടിക്കണ ആരെയാണ്? ശൈത്താൻ. അപ്പൊ നമ്മൾ ഓലെ പേര് പറയണ്ടേ? പാമ്പുടുത്തക്കാരൻ വാവാ സുരേഷിനെ തോളിലേറ്റുമ്പോ ശൈത്താൻ പുടുത്തക്കാര് ബദരീങ്ങളെ പേര് നമ്മളൊന്നും പറയണ്ടേ?
അതാണ് ഇവിടെ പറയുന്നത് അല്ലേ? ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന് കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാലെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ആ ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ആ സമയത്ത് ശൈത്താന്റെ പിടിയിൽ പെടുന്ന അപകടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ കാക്കണേ അല്ലാഹ്. മഹാന്മാരോടങ്ങ് ചാരുക, മഹാന്മാരോടങ്ങ് ബന്ധപ്പെടുക എന്നത് മാത്രമാണ് ദുനിയാവും പരലോകവും രക്ഷപ്പെടാനുള്ള വഴി. ഉമ്മാ, രക്ഷപ്പെടാനുള്ള വഴി പെങ്ങളെ. കണ്ടോ, നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ്, ഇന്ത്യയിലെ 55 ലക്ഷോളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം ഖാജാ തങ്ങളാ. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ എത്രയായി? എത്ര വലിയ വലിയ പ്രഭാഷകന്മാരുണ്ട്, ചെറിയ ചെറിയ പ്രഭാഷകന്മാരുണ്ട്, എത്ര ലേഖകന്മാരുണ്ട്. എഴുതാൻ തുടങ്ങിയിട്ട്, പറയാൻ തുടങ്ങിയിട്ട്, പാടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി? ഖാജാ തങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുള്ള പരിവർത്തനത്തിന്റെ 1,00,000-ൽ ഒരു അംശം നടത്താൻ ഇന്നുള്ള പ്രഭാഷകന്മാർ മൊത്തം അങ്ങ് അണിനിരന്ന് പരിശ്രമിച്ചാലും സാധിക്കൂല. കറാമത്ത് കൊണ്ട് ദീനിന് വേണ്ടി നടത്തുന്ന ദഅവത്തില്ലേ, അത് നടത്തുന്നത് പോലെ വായ കൊണ്ട് നടത്താൻ കഴിയൂല. ഒരിക്കൽ മുരീദന്മാരായിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കുറെ തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ട്, തീ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പൊ ഖാജാ തങ്ങള് മുരീദന്മാരോട് അവിടെ പോയിട്ട് കുറച്ച് തീ എടുത്തോണ്ടിരുന്ന. കുട്ടികൾ പോയി നോക്കുമ്പോ അവിടെ തീ ആരാധകരാണ്, തീനെങ്ങനെ ആരാധിച്ചുകൊണ്ട്. അവരാ നല്ല മുഹൂർത്തത്തിലാണ് ഇവർ ചെന്നപ്പോ അടിച്ച് തൂപ്പാനാക്കി കൈകാര്യം ചെയ്തിട്ട് വിട്ടു. ശ്രദ്ധിക്കണേ, അടിച്ച് കൈകാര്യം ചെയ്ത് തിരിച്ചുകൊണ്ട് വിട്ടു. അപ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെടുത്ത് വന്നിട്ട് ശിഷ്യന്മാര് പറഞ്ഞു, അവിടുന്ന് തീ കിട്ടണില്ല, ചവിട്ടും അടിയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ഖാജാ തങ്ങൾ ചോദിച്ചു, എന്തിനാന്ന് വെച്ചു. ഓലിങ്ങനെ തീനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ നല്ല മുഹൂർത്തത്തിലാണ്, അതിന്റെ ആ തലത്തിന്റെ രസത്തിന്റെ ഉച്ചയിലാണ് അവര്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടി കുത്തൊക്കെയാണ് കിട്ടിയത്, തീ കിട്ടിയില്ല. ശ്രദ്ധിക്കണേ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ഞാനൊന്ന് പോയോക്കാം. ഖാജ പോയി. തീയനെ ആരാധിക്കുന്ന സമയത്ത് അവരെടുത്തൊക്കെ പോയ സമയത്ത് ഇവരിങ്ങനെ തീയനെങ്ങനെ ആരാധിക്കണം. അപ്പൊ ഖാജ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്ന? ഖാജനെ കണ്ടപ്പോഴെന്നെ അവര് നീച്ചുന്നു. അങ്ങനെ കണ്ടാൽ തന്നെ നീച്ചുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ വലിയ മഹാനായിരുന്നു, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓലെ ഒരു സ്ഥലത്തേക്ക് മദ്രസ ഉദ്ഘാടനത്തിന് ഇങ്ങനെ വരികയാണ്. അപ്പോ ആ സ്ഥലത്ത് അന്ന് എല്ലാരും മഹാന്മാരെ ബഹുമാനിക്കണവരും സിയാറത്ത് ചെയ്യണവരും പെണ്ണുങ്ങളൊക്കെ മര്യാദക്ക് പള്ളിയിൽ ഇരുത്തി നിസ്കരിപ്പിക്കണവരും ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് മഹാന്മാരെടുത്ത് കോണേ ശിർക്കും കുഫ്റൊക്കെ എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അതിന്റെ ആ തുടക്ക സമയം ഒരാള് സൗദിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ പെട്ടിയിൽ കുറച്ച് വിദേഹത്തേറ്റാണ് വന്നത്. അയാള് പോയത് നേർച്ച പെട്ടിക്കൊക്കെ പൈസ നേർച്ചാക്കി വിസറ്റിട്ടാ പോയത്. മൊയ്തീൻ ഷെയ്ന്റെ പേരിൽ കോയിനൊക്കെ അറുത്തിട്ടാ പോയത്. തിരിച്ചെന്ന് പറഞ്ഞ ആർക്കലൊക്കെ കുഫ്രാവും, പിന്നെ പെട്ടിയിൽ പൈസ മുശ്രിക്കാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളും ഈ മദ്രസക്ക് വേണ്ടി കുറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു, മദ്രസന്റെ ഒരു സ്റ്റേജിന്റെ ഒരു തലപ്പത്ത് അയാൾക്ക് ഒരു സീറ്റ് കൊടുത്തു. കാരണം അയാൾ കുറെ പൈസ കൊണ്ട് അയച്ചു നിൽക്കണല്ലോ എന്നാൾക്ക്. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരാണ് മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നത് അന്ന്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കുണ്ട് ഈ മൂല്യമാരെ വരുമ്പോ തെക്കുപേരല്ലേ പരിപാടി, പിന്നെ മൂല്യമാരെ കാണുമ്പോ നീച്ചിക്ക, എന്നായിരുന്നും കിട്ടൂല.
അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇയാൾക്ക് സോക്കർ കയറിക്കുന്നത്. ആളുകൾ പറഞ്ഞു എന്തിനാ വെച്ചു, എന്തിനാ മൂല്യന്മാരെ അവിടെ ഇരുന്നാ പോലെ ഓല മനുഷ്യന്മാരല്ലേ. ആൾക്കാരൊന്നാണ്ട് പറയാൻ പോയി. ചില ആളുകൾ പറഞ്ഞു മുമ്പർക്ക് സ്റ്റേജില് അവസരം കൊടുക്കണ്ടായിരുന്നു. അപ്പൊ കുറെ ആളുകൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ ഇട്ടുള്ള ആള്, ഒരു കസേര ഇട്ട് കൊടുത്താലേ കൊണ്ട് പോരുള്ളൂ എന്നായിരുന്നു. അങ്ങനെ സൈഡിൽ ഒരു കസേര ഇട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു. നിങ്ങൾ ഇരുന്നോളൂ, ഇവിടെ അവസ്ഥമാര് ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോ സ്റ്റേജിന്റെ തലപ്പത്ത് ഒരു കസേര ഇട്ട് കൊടുക്കാന്നായി. ഇയാളിങ്ങനെ കസേര ഇരിക്കുമ്പോ പറഞ്ഞു ഞാൻ ഇടിച്ചുകൂല, നിങ്ങൾ ആരിടിച്ചു ഞാൻ ഇടിച്ചുകൂല. അപ്പൊ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയാ നീച്ചുന്ന ആളെ, കാരണം ഒരാള് മാത്രം കസേര ഇങ്ങനെ ഇരിക്കുമ്പോ മോശമല്ലേ, ഇയാളെ ഞങ്ങൾക്ക് വേണ്ടി എണീച്ചുന്നാലേ. എനിക്ക് പറ്റൂല, എന്റെ ബാക്ക് പൊന്തൂല, നിങ്ങളാ പോയത്തെ തരം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങനെ ഭയങ്കര. അതിന്റെ ഇടക്കാണ് കുത്തുബി മാമൂലിയാര് ജീപ്പിൽ വന്ന് ഇറങ്ങി. അപ്പൊ കണ്ടിരുന്ന സ്റ്റേജിൽ നിന്ന് ആദ്യം ചാടി എണീച്ചത് മൂപ്പരാ. മൂപ്പര അങ്ങോട്ട് നീക്കലും കെട്ടിപ്പൊടിക്കലും കയ്യെ പിടിച്ച് മുത്തലും കുത്തുബിനെ ഇരുത്തലും പിന്നെ മൂപ്പര് പറ്റി ഇങ്ങനെ ഇരുന്നിട്ട് കുത്തുബി മാമൂലിയാര് മുഖത്ത് നോക്കാൻ തുടങ്ങും. ആൾക്കാരൊന്ന് എന്തിന്റെ കേടായാക്ക് അല്ല. എന്നാ പിന്നെ അവസാനം നീക്കണേ തർക്കടില്ല, ചാടി ആദ്യം നീച്ച മൂപ്പരാണ്. പരിപാടി കഴിഞ്ഞപ്പോ 2-3 ആൾക്കാരെ വെച്ച് എന്തേപ്പോ സംഭവിച്ചു എന്ന് വെച്ചു. എന്തേ നടക്കില്ല, മൂലരെ കണ്ടപ്പോ എന്റെ വേക്കാണ്ട് പൊന്തി. അങ്ങനത്തെ ഒരു പൊന്തൽ അത് കണ്ടാ മതി. മൂലരാണ്ട് കണ്ടപ്പോ ഞാനും കണ്ടിട്ടില്ല, ഞാനങ്ങോട്ട് പൊന്തി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. മഹാന്മാർക്ക് അങ്ങനെ ഒരു മുഖത്തൊരു ഹൈബത്തുണ്ടാവും. ആരാ കുത്തുബി മുഹമ്മദിയര്? അവരിങ്ങനെ കല്യാണത്തിന് പോണ സമയത്ത് അവരെ പാമ്പ് കടിച്ചു, മൂർക്കം പാമ്പ് കാലി ചിറ്റിട്ട് കടിച്ചു. അപ്പൊ കുട്ടികളെ കരയാൻ തുടങ്ങി. മുത്താലിമി എന്തേന്ന് വെച്ചു, പാമ്പ്. അവിടെ വാവാ സുരേഷിന്റെ ആവശ്യമില്ല. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ തന്റെ കാലിൽ ചുറ്റിക്കടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പിനെ പുറങ്കാല് കൊണ്ടൊരു തട്ടങ്ങ് കൊടുക്കുകയാ, ചോര അങ്ങ് പിടിക്കുകയാ, കുട്ടികളോട് കരയണ്ട എന്ന് പറയുകയാ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാര് പറഞ്ഞു, മക്കളെ പാമ്പിന്റെ വിഷം എനിക്ക് കയറൂല, മറിച്ച് എന്റെ വിഷം പാമ്പിന് കയറുന്നതാ. കാരണം ഞാൻ ഹദ്ദാദ് പതിവാക്കുന്നവനാ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഞാൻ നിർത്തിയില്ലേ, ഹദ്ദാദില്ലെന്ന് പറയണ്ടോ? എനിക്ക് ഹദ്ദാദ് മനപ്പാടാ. കാരണം ഞാൻ എന്റെ ബോധം മുളച്ച അന്ന് മുതൽ ഹദ്ദാദ് കൂട്ടുന്ന ചെല്ലിയ ആളാണ്. ഹദ്ദാദ് രാത്രി ചെല്ലിയിട്ടില്ലെങ്കിൽ ഉമ്മ ചോറ് തരൂല നമുക്ക്. അതുകൊണ്ട് 10 വയസ്സിന്റെ താഴെയപ്പോ ഹദ്ദാദ് മനപ്പാടാക്കിയ ആളാണ്. അങ്ങനെ ചിലത് മനപ്പാടാവുമല്ലോ അല്ലേ. നാളെ ഏതൊരു മജ്‌ലിസിൽ നിന്ന് സാക്ഷ്യം പോയിരുന്നപ്പോ ഓപ്പറേറ്റർമാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓലെ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കുന്ന പോലെ മുസ്ലിമീങ്ങളല്ലാണ്, നെറ്റത്ത് കുറിയൊക്കെ ഉണ്ട്. അതിന് നമുക്ക് വിരോധമില്ല, ഇരുന്നോട്ടെ. പക്ഷെ ഓല് മജ്‌ലിസിനൂറല്ല. ഒരു സ്ഥലത്തെത്തിയപ്പോ ദണ്ണം സൂര്യം എന്ന് ചെല്ലുന്ന രാമകൃഷ്ണൻ മറ്റുള്ള ദീനമടങ്കലും. അപ്പൊ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് ഏതാ സൈസ് അതില്. പിന്നെ എനിക്ക് മജ്‌ലിസിനൂറൊക്കെ വിട്ടു. ഞാൻ ഓലെ നെറ്റിമക്കും തൊള്ളേക്കുമായി കുറിയിട്ട് കാണ്ട് എന്താ ചെല്ലണോ, ദാഹമൗത്തത് കൂട്ടിടും. ഈ വലിയ ബിലീസ് ഓൻ തന്നെയാണ്. അങ്ങനെ ചെല്ലും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ മജ്‌ലിസിന്റെ എല്ലാ പരിപാടിക്കും ബോക്സ് ആയിട്ട് പോയിട്ട് സെറ്റിംഗ്സ് നടത്തുന്നവരാ, അങ്ങനെ മനപ്പാടായതാണ്. അല്ല, അങ്ങനെ ഉണ്ടല്ലോ ഒരു മനപ്പാടായ. നമ്മള് ചെറുപ്പത്തിലേ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി പോരുന്നുണ്ട്, അത് മനപ്പാടായ. കാരണം ഹദ്ദാദ് എഴുതിയിട്ടില്ലെങ്കിൽ ഉമ്മ ചോറ് തരൂല. ചിന്തിക്കണേ. അതുകൊണ്ട് ഞങ്ങൾ ഹദ്ദാദ് ചൊല്ലിയിരുന്നു ഞങ്ങളുടെ വീട്ടില്. അന്ന് മുതൽ ഇന്ന് വരെ കള്ളൻ കടന്നിട്ടില്ല, പാമ്പിന്റെ ശല്യമുണ്ടായിട്ടില്ല, തീയിന്റെ അപകടമുണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ഇത് തറവാട്ടിലാണ്. കാരണം എന്തേ, ഒരിക്കലും ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി
ചെറിയ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ദർശനം ഓതി പഠിക്കുന്ന മീസാനൊക്കെ ഓടുന്ന സമയമാണ്. ഞാനുണ്ട്, എന്റെ അമ്മാവന്റെ മോന്റെ വേറെ 2-3 ആളുകൾ ചെറിയ റൂം, അന്ന് വലിയ വീടൊന്നുമല്ലല്ലോ, ചെറിയൊരു വീട്. ചിമ്മിണി വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ട് അദ്ദാഹിന്റെ ഏടെടുത്തിട്ട് ഇങ്ങനെ ചൊല്ലി. അപ്പൊ ഞങ്ങളൊരു കഥാപ്രസംഗം കേട്ട് വന്നിട്ട് കിടക്കുകയാണ്. രാത്രി 2 മണിക്ക് റമളാനിന്. എന്നാലും അദ്ദാഹ് എല്ലിട്ടേ കിടക്കണേ. അതങ്ങനെ അങ്ങനെ ഉണ്ടായി. ഇത് കേൾക്കുമ്പോ തന്നെ എല്ലാം തുടങ്ങിക്കൊണ്ട്. അപ്പോ സുബ്ഹാനല്ലാഹ്, കഥാപ്രസംഗം കേട്ടുന്നിട്ട് ഹദ്ദാദ് ചെല്ലുന്നതിനിടയിൽ ഉറങ്ങി. മുമ്പില് ഒരു അട്ടി കാസറ്റ് ഉണ്ട്. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൗത്ത് വയനാട് എന്നിട്ടൊരു കാതിക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിന്റെ കാസറ്റാണ്. അന്ന് CD അല്ല, കാസറ്റാ. അതൊരു അട്ടി മുകളിലുണ്ട്. അതിന്റെ നേരെ മുകളില് കാക്ക ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്നൊരു വാച്ച് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, പുതിയ വാച്ച്. അതിന്റെ അപ്പുറത്ത് ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് ഹദ്ദാദ് അലി കിടന്നതാ. കിടന്ന് നിങ്ങളോട് പറയാ ഉറക്കാണ്ട് 2-3 ആളാണ്ട് ഉറങ്ങിയില് വിളക്കല്ല, മെഴുകുത്തിരി കത്തിച്ചാണ്. അഫ്സല മുമ്പ് അത് കേൾക്കാനായിട്ട് ദൂരം തരുന്നത്. അങ്ങോട്ട് മുമ്പ് പോരാ അഫ്സല. അപ്പോ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, ഈ കാസറ്റിന്റെ മുകളില് ഈ വാച്ചും അപ്പുറത്ത് മെഴുത്തിരി കത്തിച്ചിട്ട് ഇതിങ്ങനെ അങ്ങനെ ഹദ്ദാദിന്റെ അടി കൂടി കണ്ടു ഉറങ്ങി. ഉറക്കങ്ങട്ട് പിടിച്ചു. മെഴുത്തിരി അങ്ങോട്ട് കത്തി കഴിഞ്ഞിട്ട് ഒരു പുതപ്പിലായിരുന്നു. പുതപ്പങ്ങോട്ട് തീ പിടിച്ച്. ഞങ്ങള് 3 ആൾക്കാരും നല്ല ഉറക്കില്ല. പുതപ്പങ്ങോട്ട് തീ പിടിച്ച് കാസറ്റ് കൊണ്ട് കത്തി. കാസറ്റിന്റെ മുകളിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അതും കത്തി. അയലും കുറച്ച് തുടിക്കുപ്പേണ്ട, അതും കത്തി. ബാതിലൊക്കെ കൂടി അതും കത്തി. ഈ കരിയാൻ ബാക്കി ഞാനും ബനും മാത്രം, ബാക്കിയൊക്കെ കത്തി. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു കരയോ ഒരു ഉണരലൊക്കെ കൂടി ആയപ്പോ ഖബറിൽ കിടക്കണമാരും ഒക്കെ കൂടിയിട്ട് ഞാൻ മുൻകറിനൊക്കെ അങ്ങനെ തപ്പിയപ്പോ ബന അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉറങ്ങി നീച്ചല്ലേ. ഞാൻ അങ്ങനെ കരുതി പഠിച്ചോനെ കഥാപ്രസംഗത്തിലെ ആള് കബറിനൊക്കെ നല്ലോണം പ്രസ് ചെയ്തിരുന്നു. ഇത് അതന്നെ മുൻകറിനൊക്കെ എന്തോ നോക്കുമ്പോ ഈ ചങ്ങായിന്റെ കാല പിടിച്ചത്. ഇപ്പൊ പറഞ്ഞ എന്തേന്ന് വെച്ചു, ഇത് കാണുന്നില്ല. 2 ആള് വളർന്നെണീച്ച് ഒരു പുറത്തം കിട്ടില്ല. അതിലാണ് നമുക്ക് തോന്നിയ പഠിച്ചോനെ ഇത് റൂമാണല്ലോ. എന്തപ്പത് നോക്കുമ്പോ ഞാൻ അങ്ങോട്ട് വർത്താനം പറഞ്ഞു, ഓനക്കും കേൾക്കണില്ല, ഓൻ വർത്താനം അങ്ങോട്ടും കേൾക്കണില്ല. അപ്പോഴാ മനസ്സിലാണ് ഇതൊക്കെ കൂടി പുകയാണ്. നിങ്ങളോട് പറയാൻ വാതിൽ ഇങ്ങോട്ട് തുറക്കേണ്ട ആവശ്യമില്ല, തൊട്ടുകൊടുത്താൽ തുറക്കും. കാരണം വാതിലും കഴിഞ്ഞിരിക്കണം. പുറത്താണ്ട് ഇറങ്ങിയപ്പോ 2ഉം നെച്ചലി കുട്ടികളെ മാതിരി. ഞാനിങ്ങോട്ട് വർത്താനം പറയുമ്പോ എന്റെ തോളയിൽ നിന്ന് പോകാം അങ്ങോട്ട്, ഓൻ വർത്താനം പറയുമ്പോ പോകാം ഇങ്ങോട്ട്. ഉമ്മയൊക്കെ കൂടി ഉണർന്ന് വന്ന് നോക്കുമ്പോ ഞങ്ങൾ ആകെ കരിയിലാണ്. നേരെ അങ്ങോട്ട് ഉത്സവത്തിൽ കൊണ്ടുവച്ചാൽ കരിങ്കാളന്റെ കളി കളിക്കാം. അമ്മായി കരിയില്ല. ഇതിലേതാനും ഉമ്മാന്റെ മോനെന്ന് ഉമ്മാക്കിനെ കുറിച്ച് അറിയില്ല. ഇതിലേതാ ഓനെ ഞാനെന്ന് തിരിച്ചറിയില്ല. പണ്ടൊരു ചങ്ങായി പറഞ്ഞു, ഇവനെ തിരിച്ചറിയില്ല, പൊട്ടനാണ്. അതിൽ ആൾക്കാർ അറിഞ്ഞ ആൾക്കാരോട് വെച്ച് ഞാൻ പിന്നെ തിരിച്ചറിയാൻ എന്താ കാട്ടുക വെച്ചു. അപ്പൊ ഓരോരുത്തരെ തിരിച്ചറിയപ്പോ എന്തെങ്കിലും കാട്ടണ്ടോ ഓനക്കറിയില്ല, ഓൻ തന്നെയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞെടുത്ത് അത് എന്റെ കഴുത്തിൽ വലിയൊരു മാലട്ടാ മതി എന്നറിയുന്ന. അതിൽ ഇയാൾ അന്ന് തന്നെ വലിയൊരു മാല പോയി ഒപ്പിച്ചിട്ട് കഴുത്ത് കൂടി ഇട്ട്. എന്നിട്ട് എപ്പോഴും നോക്കും ഇത് ഞാൻ തന്നെയാണ്. ഈ മാല ഒക്കിയിട്ട് മൂപ്പരാന്ന് തീരുമാനിക്കണം. ഇയാൾ ഒരു ദിവസം കിടന്നിറങ്ങുമ്പോ വേറെ ആളെടുത്തിട്ട് ഈ മാല ഒരിട്ട് ഓന്റെ കഴുത്തിലിട്ട്. ഉടനെ നോക്കുമ്പോ കഴുത്തില് മാലാണില്ല. അപ്പൊ വേറെ കഴുത്തില ഞാനാണെങ്കിൽ പിന്നെ ഞാനാരാ എന്ന് പറഞ്ഞാല് ഞങ്ങളെ തിരിച്ചറിയില്ല. എന്താണെന്ന് അറിയോ, ഞങ്ങളും കൂടി അന്ന് കരിഞ്ഞ് നിന്ന് വാലിന് വരേണ്ട ആളല്ലേ, അന്ന് കരിഞ്ഞു പോണ്ട ആളാണ്. പക്ഷേ അന്ന് രാത്രി ഞാൻ ചൊല്ലി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ. ഇതൊക്കെ ചൊല്ലൽ പതിവാക്കിയിട്ടുള്ള ഒരു മനുഷ്യനെ പേടിച്ചോളത്തോളം അവനെ പാമ്പ് കടിക്കൂല, തീ കരിക്കൂല, ഈമാനില്ലാതെ മരിക്കൂല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഉമ്മാരെ നിർത്തിച്ചവർക്കുണ്ടെങ്കിൽ തുടങ്ങിക്കോളി ഈ പരിപാടി. ഇതൊക്കെ പോരന്റെ ഉള്ളിൽ നടന്നിരുന്ന കാലത്ത് എവിടെ ഒരു പ്രശ്നമില്ല, എവിടെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ പ്രശ്നം തീരുന്നുണ്ടോ?
ഇപ്പൊ പ്രശ്നം തീരുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ബക്കാണോ, അടിയും കുത്തും, ഇതൊക്കെ ഉള്ള കാലത്ത് എവിടെ ഒരു പ്രശ്നമില്ല. അതാ മരോളും അമ്മായിയും എല്ലാരും കൂടി കൂടിയിട്ട് ഇതിങ്ങനെ ചൊല്ല. എന്തെങ്കിലും ഇബ്ലീസ് ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും, ഒക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ എന്താന്നറിയോ, ഇപ്പൊ നിസ്കാരമില്ല, അത് പിന്നെ സിനിമയാണ്, മര്യാദക്ക് ദീനിയാ തഖ്വയൊന്നുമില്ല, എന്നിട്ട് ആകെ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സ്വസ്ഥമായ വാപ്പാ മോനെ ഇടയിൽ പ്രശ്നം, ജ്യേഷ്ഠൻ അഞ്ചന്റെ ഇടയിൽ പ്രശ്നം, പ്രശ്നങ്ങളോട് പ്രശ്നം. അല്ലാഹുവേ, ഇടടുത്തൊരു ജ്യേഷ്ഠനും അഞ്ചനും കൂടി എന്റെ അടുത്ത് ഒന്നാണ്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഗൾഫിലുള്ള ഒരാള് പിന്നെ ഞങ്ങളായിട്ട് പിണങ്ങിയിട്ടിരുന്ന ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ബഹിഷ്കരിച്ചാണ്. ഇപ്പൊ അവനെ പെണ്ണിനൊക്കെ ഒഴിവാക്കിയിട്ട് ഉംറക്കോയി വന്നു കണ്ട് ഓൻ തോപ ചെയ്തിട്ട് ഉമ്മാക്ക് കരഞ്ഞു വിളിച്ചു, ഞാൻ പരീക്ക് വരികയാണ് ഉമ്മ, ഞങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോ ഞങ്ങളൊക്കെ ഓന് മാപ്പ് കൊടുത്തു. പക്ഷെ എന്റെ ഒരു അഞ്ചനുണ്ട്, ഇയാളിനോട് പറയാം, എന്റെ ഒരു അഞ്ചനുണ്ട്, ഓൻ മാപ്പ് കൊടുക്കണില്ല. ഓൻ പറഞ്ഞ ഇങ്ങോട്ട് വന്നാല് ചവിട്ടിയിട്ട് കാട്ടം പുറത്താക്കുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓൻ കണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് സങ്കടം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്താ കാട്ടുന്ന വെച്ച്, ഓൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ആളാണ്. അപ്പൊ ആ സ്ഥലം ഞാൻ ഇവിടെ പറയണില്ല, മലപ്പുറം ജില്ലയിലെ സ്ഥലത്താണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓൻ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങളാ അള്ളാനെ കരുതി ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം, ഓനോടൊന്ന് മറ്റവനക്കൊന്ന് പൊരുത്തപ്പെട്ടെടുത്തോട്ട് ഓങ്ങോട്ട് വന്നോട്ടെ എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അഞ്ചിന്റെ പേരൊക്കെ ചോദിച്ചു, എന്തൊരു പേര് പറഞ്ഞു, ബഷീറോ മൊയ്തീൻ എന്തൊരു പേര് പറഞ്ഞു. ഇവരങ്ങനെയാണ് പോയി ചെയ്തത്, ഇവരങ്ങനെയാണ് പോയി. ഫോൺ നമ്പർ ഞാൻ വാങ്ങില്ല, എനിക്ക് ആ കുട്ടീനെ ഓർമ്മയില്ല, എന്റെ എല്ലാ വേദന ഉണ്ടാകലുണ്ട്, ഫോൺ നമ്പർ വാങ്ങില്ല. പിന്നെ ഇപ്പൊ ആർക്കപ്പോ ഞാൻ ഫോൺ വിളിക്കാം ആ കുടിക്ക്. ഞാൻ എന്ത് ചെയ്ത്, ആ ഭാഗത്തുള്ള എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ കുടുംബ പേര് ഒന്നും എനിക്കറിയില്ല, നിങ്ങളെ നാട്ടിലൊരു മൊയ്തീൻ എന്നുള്ളൊരു കുട്ടിയുണ്ട്, ഓനോട് നിങ്ങോട്ട് വരാൻ പറയുന്ന. ഗൾഫിലുള്ള മൊയ്തീനാണോ ഓനക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്തത്, ബഹ്റൈനിലുള്ള അഞ്ചിനക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്തത്, ഓനോട് അങ്ങോട്ട് വരാൻ. അതിൽ കേട്ട ഇയാൾ ചോദിച്ചു, ഏത് മൊയ്തീനെ ഉസ്താദെ ഞാൻ പോയി വിളിക്കുക? എന്റെ അയൽവാസി ഒരാൾ മൊയ്തീനാണ്, പള്ളിന്റെ അവിടെ 2 മൊയ്തീന്മാര് വേറുണ്ട്, ഇതിൽ ഏതപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അതിപ്പോ എനിക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, ഒരടയാളുണ്ട്. എന്തേന്ന് വെച്ചു, ഓനും ഓന്റെ ഗൾഫിലുള്ള അഞ്ചനും തമ്മിൽ മിണ്ടലില്ല പ്രശ്നത്തിലാണ്, അത് പരിഹരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, അത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കി. അതിൽ ഇയാൾ പറഞ്ഞു, ഞാനൊന്നാണ്ട് ഇറങ്ങി നോക്കട്ടെ. ഇറങ്ങിയാണ്ട് ആദ്യത്തെ മൊയ്തീന്റെ അടുത്ത് പോയി, എന്നിട്ട് പറഞ്ഞു, എന്നെ ജലീറഹ്മാനെ വിളിക്കണ്ടേ. എന്തിനാന്ന് വെച്ചാൽ എന്നെ തന്നെയാണോ എന്ന് വെച്ചാൽ, എന്തിനാണെന്ന് വെച്ചാൽ അതില് പറഞ്ഞു, ഇജുവാന്റെ ഗൾഫിലുള്ള അഞ്ചനും തമ്മില് പ്രശ്നല്ലേ? എന്റെ ഗൾഫിലെ അഞ്ചനും നമ്മളിപ്പോ കുറച്ചു നേരത്തല്ലേ വർത്താനം പറഞ്ഞേ. അപ്പൊ പറഞ്ഞു, ഞാനും എന്റെ ഗൾഫിലുള്ള അഞ്ചനും തമ്മിൽ പ്രശ്നമില്ല, ഞാനും എന്റെ അമ്മയും മുണ്ടലില്ല. അപ്പൊ അതിനേക്കാളും കുളത്തിലാവോ? നമുക്ക് വേണ്ട സത്യത്തിൽ ഈ മൊയ്തീനല്ല. അപ്പൊ നോക്കുമ്പോ ആദ്യത്തെ മൊയ്തീൻ അതിനേക്കാളും കൊപ്പരിയിലാണ്. അപ്പൊ ഇയാളിനോട് പറഞ്ഞു, ഞാൻ പോലും മൊയ്തീന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷെ അയാൾ അതിനേക്കാളും വലിയ തീയിലാണ്. ഞാൻ പറഞ്ഞു, അതിനെ അവിടെ വെച്ചോ, ഒപ്പം ഒറ്റ വരവിന് എല്ലാത്തിനും കൂടി റെഡിയൊക്കെ. രണ്ടാമത്തെ മൊയ്തീന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അനങ്ങനെ ജലീറഹ്മാനെ വിളിക്കണ്ടേ. എന്തിനാ വെച്ച്, ഇജ് എന്റെ ഗൾഫിലുള്ള അഞ്ചു തമ്മിൽ മുണ്ടലില്ല. ഞങ്ങളെ പ്രശ്നം, പക്ഷെ ഞാനും എന്റെ ജ്യേഷ്ഠൻ തമ്മിൽ മിഞ്ഞാന്നൊരു അടി കഴിഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ 4 മൊയ്തീന്മാരെ എടുത്ത് പോയി 4 കുളത്ത് കിടക്കുകയാണ്. നമുക്ക് വേണ്ടത് ഒരു മൊയ്തീനായിരുന്നു, അതിന് 4ാമത്തേതാ കിട്ടിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ അവസ്ഥയിൽ ഇതെന്തെങ്ങനെ വന്നത്? ഇതെന്താ അങ്ങനെ വരാൻ കാരണം മനസ്സിൽ അല്ലാഹ് എന്ന ബോധമില്ല. ആരായിരുന്നു ബദരീങ്ങൾ? ചിന്തിക്കണേ. മക്കയിൽ നിന്ന് ആട്ടും തുപ്പും പരിഹാസവും മർദ്ദന ദണ്ഡന താടന പീഡനങ്ങൾക്ക് പാത്രീഭവിച്ചുകൊണ്ട് മൂർച്ച കൂടിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോ മുഹാജിരീങ്ങളെ അൻസാരികൾ പാട്ടുപാടി സ്വീകരിച്ചപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കയിൽ നിന്ന് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി മർദ്ദന ദണ്ഡന താടന പീഡനങ്ങളെ പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് മദീന മലർവാടി അവരെത്തിയപ്പോ 2 ഭാര്യമാരുള്ള അൻസാരികള്, ആ 2 ഭാര്യമാരിൽ ഇവർക്ക് ഇടവത്ത സുന്ദരികളായ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ട് മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുത്തെങ്കില് 2 ഈത്തപ്പഴത്തോട്ടമുള്ളവർ 1 ഈത്തപ്പഴത്തോട്ടം സഹോദരന് കൊടുത്തെങ്കില് 1 ഈത്തപ്പഴത്തോട്ടമുള്ളവൻ പകുതി ഭാഗം മക്കയിൽ നിന്ന് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി മദീനയിലെത്തിയ സഹാബാക്കൾക്ക് വിട്ടുകൊടുത്തെങ്കിലോ അല്ലാ
മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും. ആ ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുത്തില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്? അവരെ മാറ്റിയെടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? ആരായിരുന്നു അവർ? പെണ്ണുങ്ങളെ ഇവിടെ ആണുങ്ങളെ തീരെ ഉണ്ടാകാറില്ല. ഇവിടെ പെണ്ണുങ്ങൾ ധാരാളം ആയിരങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഘാടകരനോട് പറഞ്ഞത്. പക്ഷെ എന്റെ പ്രിയങ്കരനാ സുഹൃത്ത് അഡ്വക്കേറ്റ് അഷ്റഫ് നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നിങ്ങനെ ഒരു ഡേറ്റ് മുടങ്ങിക്കിട്ടിയത് കൊണ്ട് ഞാൻ നേരത്തെ കൊടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആണുങ്ങളെയും സംഘടിപ്പിക്കണമെന്ന്. അൽഹംദുലില്ലാഹ് ആപേക്ഷികമായി ആണുങ്ങളും ഈ സദസ്സിലുമുണ്ട്. ഇത് മാസങ്ങൾക്ക് മുമ്പ് പ്രചരണം തുടങ്ങിയിട്ടുള്ള വലിയൊരു പരിപാടിയല്ല. അതിനനുസരിച്ചുകൊണ്ട് ഈ തെങ്ങുംതോപ്പുകൾക്കിടയിൽ ഒരുമിച്ച് കൂടിയ ആണുങ്ങളുടെ എണ്ണത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ എണീറ്റ് പോകുന്നതിന്റെ മുമ്പ് ഈ 24 സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇന്ന് ഞാൻ എന്റെ അനുജനെ പോലെ സ്നേഹിക്കുന്ന ഇവിടെ വാള് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അഫ്സൽ പറഞ്ഞിരുന്നു, മിനിഞ്ഞാന്ന് പൊന്നാനിയിൽ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയി. പറക്കമുറ്റാത്ത മക്കളെ മക്കള് ഈ ദുനിയാവിൽ തേച്ചുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ച ആ പ്രിയങ്കരനായ സഹോദരന് അള്ളാഹു രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു അഭയം നൽകട്ടെ, സഹായം നൽകട്ടെ. റബ്ബേ, ഞങ്ങളും യാത്രക്കാരാ. ഞങ്ങൾ ബൈക്കിൽ പോകുന്നവരാ, കാറിൽ പോകുന്നവരാ, ട്രെയിനിൽ പോകുന്നവരാ, ഫ്ലൈറ്റിൽ പോകുന്നവരാ, കപ്പലിൽ പോകുന്നവരാ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യിത്താകുന്ന അവസ്ഥയിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ധണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. ഉമ്മമാരെ, സഹാബിയാത്ത് മുത്തുനബിയെ എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയോ? ഒരു ഉദാഹരണം കേട്ടോ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെയും അബൂബക്കർ സിദ്ദീഖിനെയും ഉമറുൽ ഫാറൂഖിനെയും പട്ടിണിയുടെ ആഴത്തിലേക്ക് പോയിട്ട് വയറൊട്ടി പിടിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട സമയത്ത് തന്റെ വീട്ടിലേക്ക് അതാ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാ. അല്ലാഹ് ജാബിർ റളിയല്ലാഹു തആല അൻഹു അതാ ഒരു ആട്ടിൻകുട്ടിയെ അറക്കുകയാ. ആർക്ക് വേണ്ടി? മുത്ത് റസൂലുള്ളാഹിനെ അതിഥിയായി സ്വീകരിക്കാൻ, റസൂലുള്ളാഹിക്ക് ആതിഥേയത്വം നൽകാൻ, അബൂബക്കർ സിദ്ദീഖിന് സൽക്കാരം നൽകാൻ, ഉമറുൽ ഫാറൂഖിന് ഭക്ഷണം നൽകാൻ. മുത്ത് റസൂലിന് അതാ സൽക്കാരത്തിന് വേണ്ടി മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആട്ടിനെ അറുക്കുകയാ, തൊലി പൊളിക്കുകയാ. ഇത് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 2 മക്കൾ കാണുകയാ. ഇത് കുട്ടികൾ കണ്ടു. ചെറിയ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ആടിനെ അറക്കരുത്. കുട്ടികൾ കണ്ടു. എന്തുണ്ടായെന്നറിയോ? കുട്ടികൾ കണ്ടപ്പോ ആടിനൊക്കെ അറുത്തഴിഞ്ഞു. ശ്രദ്ധിക്കണേ, ആടിനൊക്കെ അറുത്തഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മോന് രണ്ടും ചെറിയ കുട്ടികളാണ്. ഒരു കുട്ടി മറ്റേ കുട്ടീനോട് ചോദിച്ചു, പിന്നെ ബാപ്പ എങ്ങനെ ആടിനറുത്ത് എനിക്ക് ഞാൻ കാണിച്ചെന്ന് വെച്ചു. ഇവിടെ ആരെയാണ് ഇപ്പൊ ഈ സ്വീകരിക്കണേ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കാരം കൂട്ടുകയാണ്. അതിന്റെ ഇടയിൽ അവിടെ നടന്നൊരു പരീക്ഷണാണത്. നാളെ ഏതോ ഒരു ഉമ്മ ഉസ്താനി ചെലവെടുക്കുന്നതിനിടയിൽ മേലിന് പാത്രം വീണ് പൊട്ടി. ഈ ഉസ്താദ് എന്ത് ഉസ്താദാ? ഉസ്താനി പത്തിരി ഉണ്ടാക്കുമ്പോ പാത്രം പൊട്ടാൻ പാടുണ്ടോ? അതെന്താ ഈമാൻ പൊട്ടിയോണ്ട് പറഞ്ഞ വർത്താനാണ്. ഇവിടെ റസൂലുള്ളാഹിനെ സൽക്കരിക്കുമ്പോൾ അതിനേക്കാളും വലിയ അപകടം നടക്കണം. എന്താ അപകടം എന്നറിയോ?
ഒരു കുട്ടി മറ്റേ കുട്ടിനോട് ചോദിച്ചു, വാടാ വാപ്പ എങ്ങനെ ആടി നടത്തുന്ന എനിക്കറിയാന്ന് വെച്ചു. ഇല്ലായിരുന്നു. എന്നാ കിടക്ക് ഞാൻ തരാറ്. കുട്ടികളെ ലൈറ്റിംഗ് അറിയില്ലല്ലോ. ഞാൻ ഒരിക്കലും എന്റെ പരിയിൽ ഇങ്ങനെ വന്നപ്പോ എന്റെ മോളുണ്ട് ഇങ്ങനെ വായിൽ വെള്ളം പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിട്ട് എന്റെ മേത്ത് കുത്തിപ്പോയി. ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ അപ്പോൾ ഓള് പറഞ്ഞു, അത് വെത്തിലിറക്കം എന്നിട്ട് പുറത്തേക്ക് തുപ്പണ ഒരാൾ തള്ളനെ കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കോപ്പി അടിച്ച് തരുകയാണെന്ന് പറഞ്ഞു. നമ്മളെ പരിയിൽ എന്നിട്ട് വെത്തിലിറക്കുന്നിട്ട് പുറത്തേക്ക് ആരോളെ തുപ്പിക്കണം. ഇവളിത് ഇങ്ങനെ നോക്കി കണ്ടിട്ട് അങ്ങോട്ട് മനപ്പാടാക്കിക്കണം. ഇനിയിപ്പോ ആരെങ്കിലും മേത്തേക്ക് തുപ്പണ്ടേ, അവിടേക്ക് കയറി ചെല്ലണം ഞാനാ. അതില് ഇവൾക്ക് വെത്തിലിറക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവള് വെള്ളം വായിലിട്ടിട്ട് തുപ്പണം. കുട്ടിയൊക്കെ കഥ ഇല്ല. ഞാൻ ഗൾഫിലുണ്ടാകുമ്പോ അല്ലയില്ലേ ഒരു ചെറിയ കുട്ടി, ആ കുട്ടീനെ മാർക്കം കഴിച്ച് അവിടെ കിടക്കുമ്പോ എല്ലാരും പണി എന്താ വെച്ചാൽ അവിടെ പോയിട്ട് ഇങ്ങനെ പൊന്തിച്ചു നോക്കുക. കയറി വരുന്നവരൊക്കെ മാർക്കം വെച്ചെടുക്കണം. എന്റെ തുണി പൊന്തിച്ച് കണ്ട് സാരില്ല ചേട്ടൻ മനേന്ന് ഇവൻ ഇങ്ങനെ എന്ത് സാരില്ല, അവനക്ക് മുട്ടായിട്ടേ പോലെ. അപ്പൊ ഇവനിക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ല. ഇവനിങ്ങനെ നോക്കുമ്പോ എല്ലാരും ഓന്റെ ഇങ്ങനെ പൊന്തിച്ചു നോക്കണം. ഓൻ കുളിച്ചിറങ്ങിയപ്പോഴാണ് വിസിറ്റിങ്ങിന് വന്ന ഒരു വലിയൊരു ഒരു തങ്ങൾ പാപ്പ ഇയാളെ പരിക്ക് വിസിറ്റിങ് പിന്നെ അയാളെ കാണാൻ വേണ്ടി പോയതാണ്. ആള് കന്തൂറായിട്ട് ഇപ്പൊ നേരെ കണ്ടതിന്റെ കന്തൂറാണ്ട് പൊന്തിച്ചു തങ്ങളെ. അതിൽ ഇയാൾ എന്ത് പഠിപ്പാണ്. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു, പഠിപ്പൊന്നല്ലോ ഉസ്താദെ, 2 ആഴ്ച ഓന്റേത് എല്ലാരും പൊന്തിച്ചു നോക്കിയേന്. അപ്പൊ കുട്ടിയൊക്കെ കഥ ഇല്ലല്ലോ, കുട്ടിയൊക്കെ എന്താ കഥ ഉണ്ടോ ഇപ്പൊ എല്ലാവരും അതല്ല ഈ കുട്ടികൾ ഇതിങ്ങനെ കണ്ടുപഠിക്കല്ല, ഓർക്കത് അറിയില്ലല്ലോ. പഴയ കാലത്ത് നമ്മൾ അങ്ങനെയല്ലോ, ഒരു പെരയിലൊക്കെ കയറി ചെന്നാല് ചെറിയ കുട്ടികൾ നമ്മളെ മുമ്പിൽ എന്നിട്ട് ഒന്ന് റുക്കു ചെയ്യും, ഒന്ന് സുജൂദ് ചെയ്യും, പിന്നെ ഒന്ന് ഇങ്ങനെ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താ, അത് ഓന്റെ അപ്പയും മീൻ കൂടെ അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ ഇല്ലേ, ഒരു കാലത്ത് പറഞ്ഞില്ലേ. ഇപ്പൊ അങ്ങനെയല്ലേ. അപ്പൊ കുട്ടികൾ നേരെ എന്നിട്ട് ഇതെന്താ, അത് ഓനോ ഓന്റെ അമ്മയെ കൂടി സിനിമ കണ്ടിട്ട് കാണിച്ചു തരാന്നപ്പോ പറഞ്ഞു. മുമ്പ് കുട്ടികൾ എന്ത് കണ്ടാലും അതാണ് അനുകരിക്കും. എനിക്ക് തന്നെ ഒരു അബദ്ധം പറ്റിക്കണേ. ഞാന് ഒരിക്കലും ഗൾഫിലുള്ള സമയത്ത് എന്റെ ഒരു സുഹൃത്തിനോട് നാട്ടിലേക്ക് വരുന്ന യാത്ര വരാൻ വേണ്ടി അവന്റെ റൂമിൽ പോയതാ. റൂമിൽ പോയിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് കണ്ടൊരു അതിന്റെ മട്ടത്തിലല്ലേ നമ്മളവിടെ ഇമാമിങ്ങളാകുമ്പോ ഈ കെട്ടൊക്കെ അവിടുന്ന് പഠിച്ചതാ. അപ്പൊ അതിന്റെ മട്ടത്തിൽ കെട്ടിട്ടൊക്കെ എല്ലാം നടക്കില്ല. അപ്പൊ കന്തൂറൊക്കെ ഇട്ടിട്ട് നാട്ടിൽ വരുമ്പോ യാത്ര വരാൻ വേണ്ടി കയറിയതാ. വാതിൽ തുറന്നപ്പോ എന്റെ 3 വയസ്സുള്ള മോനെ മുമ്പിലുള്ളത്. വാപ്പ എന്നെ കണ്ടപ്പോ ചായ വാരാൻ വേണ്ടി ഉള്ളു കൂടിക്കണം. ഞാൻ ഈ കുട്ടിനെ കണ്ടപ്പോ ആ സന്തോഷത്തോട് കൂടി കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കുട്ടി എന്നെ പോടപ്പല്ലേ ആകെ അങ്ങട്ട് ചളിയില് വീണ മതി. ആര് പറഞ്ഞാലും സൈക്കിൾ ഈ പൈതല് പറഞ്ഞാലും പഠിച്ചു. ഞാനാണെങ്കിൽ മട്ടത്തിലാണ് കെട്ടിക്കണത്. നോക്കണ ബജോര് കന്തൂരി. എന്നിട്ട് ആ സമയത്ത് പോട പുല്ലിയെന്നൊരു 3 വയസ്സായ കുട്ടി പറഞ്ഞ ഞമ്മക്കുണ്ടാവല്ലോ ഒരു വയൽച്ച. അതിൽ ഞാൻ വലത്തൊക്കെ അടുത്തൊക്കെ നോക്കി ആരും കേട്ടിട്ടില്ല. അല്ല എന്നാലും ഞാൻ അതിലിങ്ങനെ നിൽക്കാണ് ടെൻഷനില്. അപ്പൊ മറ്റാള് ചായ വന്നില്ല. മൂപ്പരിക്ക് അതൊന്നും അറിയില്ല. മൂപ്പര് വന്നപ്പോ ഞാൻ അങ്ങനെ ടെൻഷനിലിരിക്കുക. അപ്പൊ ആളിനോട് വെച്ചു, എന്താ റഹ്മാൻ ഇങ്ങനെ ടെൻഷൻ, പൊരയിലെത്താത്തോണ്ടാണോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, പൊരയിലെത്താത്തോണ്ടൊന്നല്ല, നിങ്ങളെ മോന്റെ അടുത്ത് കിട്ടാളൊക്കെ കിട്ടിയാ. അതിലാള് വെച്ച് എന്തേന്ന് വെച്ചു. അതിൽ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓനോട് കൈ പിടിച്ചിട്ട് കൈയൊക്കെ ഒന്ന് പിടിച്ച് മുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ എന്നോട് പോട പുല്ലേന്ന് പറഞ്ഞു. അതിൽ ഇയാൾ പറഞ്ഞു, നിങ്ങളോട് അത് പറഞ്ഞോന്ന് വെച്ചാ. അപ്പൊ സംഭവം എന്താ അറിയോ, ഇയാൾ അവിടെ ഇരുന്നിട്ട് അയാൾ അയൽവാസിക്ക് ഫോൺ ചെയ്യാം. അയൽവാസിയും ഗൾഫിൽ അവിടെ തന്നെയാണ്. അപ്പൊ ഓല മേല് തമാശയില് ഓല നാട്ടിലുള്ള പ്രയോഗമാണ് എന്തെങ്കിലും പറഞ്ഞപ്പോ പോട പുല്ലേന്ന്. അത് ഇയാള് ഇവിടുന്ന് അയൽവാസിനോട് ഫോണിൽ പറഞ്ഞു കാണും. ഇത് ഇവന് ട്രൗസർ ഇട്ടിട്ട് മുമ്പിൽ എന്നിട്ട് അങ്ങോട്ട് ഇഫലാക്കി പോട പുല്ല്. അപ്പൊ പറഞ്ഞാണ് ഇവനങ്ങോട്ട് ഇഫലാക്കിയത്. നീ ഇത് ഒരിക്കലും വെച്ചു കൊടുക്കണല്ലോ. അതിന് ഓന ആളെ കിട്ടിയിട്ടില്ല. അവിടുത്തെ ആദ്യം ഇഫലാക്കിയതിനു ശേഷം കയറി ചെല്ലണേ ഞാനാ. ഇവനിന്റെ തലക്കെട്ടിന് വലുപ്പം നോക്കില്ല. സലാം പറഞ്ഞപ്പോ അടച്ച് പൊട്ടിട്ടാണ്ട് വെച്ചു എന്റെ അടുത്തേക്ക് പോടപ്പുല്ലേ. അതാണ് അവിടെ നടന്നത്. കുട്ടികൾക്ക് അത്രയല്ലേ ഉള്ളൂ. അല്ല, കുട്ടികൾക്ക് അത്രയല്ലേ കഥ ഉള്ളൂ. കുട്ടികളൊക്കെ അങ്ങനെയല്ല. ചില കുട്ടികളായിട്ട് നമുക്കാണ്ട് ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നാള് 1.5 മണിക്ക് ഐദൽ ശിഹാബ് നിക്കാന് വേണ്ട സാസാണ്. ഞാനവിടെ ഉണ്ട്. തങ്ങൾ എത്തിയില്ല. കാരണം തങ്ങൾക്ക് തിരക്കാവല്ലോ. 2 മണിക്ക് എത്തണില്ല, 2:30 എത്തണില്ല. അപ്പൊ ചിലവരിങ്ങനെ റൂട്ട് തിരിഞ്ഞിട്ട് വർത്താനം പറയാൻ പറയും. അല്ലെങ്കിൽ തിരക്കുള്ള ആൾക്കാരെ ഏൽപ്പിക്കണം. അല്ല, എവിടെന്നെങ്കിലും ഒരു വിത്തന ആദ്യം പൊന്തു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒപ്പാണ് ഒന്നും കൊടുക്കല. ആ മറ്റാൾക്കാർ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ചോരയിക്കണ സമയല്ലേ. അങ്ങനെ ഇതൊക്കെ ഒരു 5 വയസ്സുള്ള പയ്യൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ തങ്ങള് കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നപ്പോ ഇവനിങ്ങനെ മുമ്പ് പോയി നിന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം എന്ന് പറയാൻ നിൽക്കണ്ട. എവിടെയാണ് ഇത്ര നേരം? തങ്ങളോട് എത്ര നേരമായി ഞങ്ങൾ കാത്തു. കുട്ടിയല്ലേ, തങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇവനാണ്ട് കുടിച്ചിട്ട് ഒപ്പാണ് കൊണ്ടുപോയിട്ട് ഒപ്പിച്ച്. എന്നിട്ട് നിക്കാഹ് നടത്താൻ നേരത്തെ ഇവനോട് വെച്ച് എന്നാ പിന്നെ തുടങ്ങിയല്ലേ, നീ ചോദിക്കാൻ നിൽക്കേണ്ട സമയം തുടങ്ങി കളി.
അങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. ക്ലാസ്സിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങണ ഒരു കുട്ടി ഉറങ്ങി അങ്ങനെ ചെറിയ പൈത. അപ്പൊ ടീച്ചർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞ ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലാണ്. അവതാരം ഇങ്ങനെ കീപ്പിട്ട് പോയതാണ്, കാരണം ഗുരുത്വാകർഷണ ബലല്ലേ. അപ്പൊ കീപ്പിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ ടീച്ചർക്ക് ഇതിലും ഉണ്ടാൻ പറ്റും, 10 കുട്ടികളല്ലേ. SLC പരീക്ഷയിൽ ഒരു കുട്ടി ഇങ്ങനെ ആൻസർ പേപ്പർ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. ടീച്ചർ ചോദിച്ചു, എന്തേത് പഠിച്ചതൊക്കെ മറന്നു? പഠിച്ചാൽ മറന്നല്ല, നാളത്തെ കോപ്പി മറന്ന് ഇന്ന് കൊടുന്നാണ്. കുട്ടികൾക്ക് അതിൻ്റെതായ രീതി ഉണ്ട്. ഏതായാലും ജാബിർ റളിയല്ലാഹു അൻഹു 2 കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി. കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കുട്ടി മറ്റേ കുട്ടിനോട് പറഞ്ഞു, ഒരു കുട്ടി മറ്റേ കുട്ടിനോട് പറഞ്ഞു, പാപ്പ എങ്ങനെയാണ് ആടിനെ അർത്ഥം എനിക്കറിയോ? പഠിച്ചോനെ ഇനി എന്താ സംഭവിക്കണം നിങ്ങൾക്ക് അറിയില്ലേ? അതാണ് ഈ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം എന്നാണ്. എനിക്കിതൊക്കെ പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. വാപ്പ എങ്ങനെയാണ് ആടിനെ അറുത്തതെന്ന് നിനക്കറിയുമോ എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുക്കുന്നത് നേരെ കണ്ടൊരു കുട്ടി മറ്റൊരു കുട്ടിയോടങ്ങ് ചോദിക്കുകയാ. അതിൽ ഈ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല. ആ സമയത്ത് ഇവൻ പറഞ്ഞു, എന്നാ നീ ഒന്ന് കടന്നോ, ഞാൻ കാണിച്ചു തരാം. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത കുട്ടി താഴെ കുട്ടിയെ കൂർത്തുമൂർത്ത കത്തികൊണ്ട് കഴുത്തിലങ്ങ് വെച്ചു. എന്നിട്ട് അറുക്കുകയാ. കഴുത്തിൽ നിന്ന് രക്തമങ്ങ് പമ്പ് ചെയ്തു. ഈ രക്തം പമ്പ് ചെയ്യുന്നത് കണ്ടപ്പോ ഈ കുട്ടി അങ്ങ് പേടിച്ച് കത്തിയിട്ടുകൊണ്ട് വീടിന്റെ മുകളിലേക്ക് അങ്ങ് കയറി തല കറങ്ങി താഴേക്ക് വീഴുകയാ. ഒരു കുട്ടി അതാ വീട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീട് മരിക്കുമ്പോ മറ്റൊരു കുട്ടി അറുത്തിട്ട ആടിനെ പോലെ രക്തം പമ്പ് ചെയ്തുകൊണ്ട് പെടഞ്ഞ് ശ്വാസം പോകുന്ന അവസ്ഥയിലാ. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴക്കുകയാ. ജാബിർ റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുത്തുകൊണ്ട് മാംസം കഷ്ണമാക്കുകയാ. ആ വീട്ടിൽ ഏറ്റവും വലിയ മുസീബത്തിന് സാക്ഷിയാവുകയാ. വലിയ മുസീബത്ത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു ഇറച്ചി ഇങ്ങനെ വെട്ടാ, ഭാര്യ മാവ് ഇങ്ങനെ കുഴക്കാണ്. ഭാര്യ സൈത്തണ്ണക്ക് വേണ്ടി മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് കുഴപ്പോ ഞെട്ടിപ്പോയി. തന്റെ പ്രിയപ്പെട്ട മോനാണ്, തന്റെ അരുമ സന്താനമാണ്. കഴുത്ത് മുറിക്കപ്പെട്ടുകൊണ്ട് രക്തത്തിൽ കുളിച്ചുകൊണ്ട് കടന്ന് പടയുകയാ. ഉമ്മമാര് ഇന്ന് ഈ തെങ്ങും തോപ്പുകൾക്കിടയിൽ നിന്ന് പന്തലിന്റെ ഉള്ളിൽ നിന്ന് ഈ പാവപ്പെട്ടവൻ എണീറ്റ് പോകുമ്പോ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഇത് തന്നെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്ന് പഠിച്ചോ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ തന്റെ പ്രിയപ്പെട്ട മകന് കഴുത്തറുക്കപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് കണ്ടപ്പോ തലകറങ്ങിയില്ല, നെഞ്ചത്തടിച്ചില്ല, അപസ്മാരമിളകിയില്ല, ചൈത്താമ്പൂക്ക് നടത്തിയില്ല. അതാ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയില്ല, ആക്രോശിച്ചില്ല, മുടിയിട്ടടിച്ചില്ല, ബ്ലൗസ് വലിച്ചു കീറിയില്ല. മറിച്ച് ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾക്കിടയിൽപ്പെട്ടപ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ചിന്തിച്ചു, ഞാൻ എന്ത് പണിയായെടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ സൽക്കരിക്കുമ്പോ മാവ് കുഴച്ചുകൊണ്ട് പത്തിരി ഉണ്ടാക്കാൻ, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പണിയല്ലോ ഈ കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മോനല്ലേ. ഈ മോനെ എനിക്ക് തന്നത് അല്ലാഹല്ലേ. സമയമെത്തിയപ്പോൾ അവൻ കൊണ്ടുപോയതല്ലോ. എനിക്ക് എന്റെ മോനേക്കാ, എന്റെ ഭർത്താവിനേക്കാ, എന്റെ ശരീരത്തേക്കാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. അത് തെളിയിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ്. ചിന്തിച്ചിട്ട് എന്ത് ചെയ്ത് 2 കഷ്ണമായി കിടക്കണ ഈ കുട്ടിനെ 2 കഷ്ണം പെറുക്കിയിട്ട് സ്ഥലത്ത് കൊണ്ടിട്ട് മുണ്ടിട്ട് മൂടി. ഭർത്താവിനോട് മുണ്ടിയില്ല.
ഭർത്താവിനോട് മിണ്ടില്ല. കാരണം എന്ത്? ഭർത്താവിടെ വലിയ തിരക്കില, ഇറച്ചി കഷ്ണാക്ക. ആരെ സൽക്കരിക്കാൻ? أنت أم أم آب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والحبيب العربي റബ്ബേ നിന്റെ മഹലായ ഫള് കൊണ്ട് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ സഹധർമ്മിണിയുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ ഖബൂലാക്കി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദഅവത്തിനുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. മുഹിബ്ബീങ്ങളെ തരണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. കാലങ്ങളേറെ നിന്റെ ദീനൊന്ന് പറഞ്ഞു നടക്കണോ, നിന്റെ ഹബീബിന്റെ മധുഹൊന്ന് പറഞ്ഞു പാടി നടക്കണോ, അതിനുള്ള ശേഷിയും ക്ഷമയും സംവിധാനോ സൗഭാഗ്യവും നീ അധികരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സകല കുതന്ത്രങ്ങളിൽ നിന്നും സലാമത്താക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സിനെ ഖൈബാക്കൽ അല്ലാഹ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ, രണ്ട് കഷ്ണമായി കിടക്കുന്ന പ്രിയപ്പെട്ട മോനെ ഒരു തുണിക്കഷ്ണത്തിന്റെ ഉള്ളിലാക്കിയിട്ട് പിന്നെയും മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാ. പുറത്തേക്ക് ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങിയപ്പോ നെഞ്ചടിച്ചു. കാരണം രണ്ടാമത്തെ മോനെ മേലെ നിന്ന് താഴേക്ക് വീണുകൊണ്ട് പടഞ്ഞു മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹ് അല്ലാഹ്, ഇത് പെണ്ണാ, ഇനി ഏത് പെണ്ണിന്റെ കൽബാ തകരാത്തത്, ഏത് പെണ്ണിന്റെ കൽബാ തളരാത്തത്? പക്ഷേ തളർന്നില്ല. എന്തുകൊണ്ട്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വാപ്പ അവർക്ക് പ്രശ്നമല്ല, ഉമ്മ അവർക്ക് പ്രശ്നമല്ല, മക്കളവർക്ക് പ്രശ്നമല്ല, സ്വന്തം ശരീരം അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് കൽബിനെ പിടിച്ചു വെച്ചു. ഓ ശരീരമേ, ഓ മനസ്സേ, ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നതാ. മരണാനന്തര ജീവിതമാ ജീവിതം. അവിടേക്കുള്ള സൽക്കാരമായി ഇവിടെ നടക്കുന്നത്, ഇവിടെ അതിഥിയായി കടന്നു വരുന്നത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മുഖമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. ഇതിന്റെ മുമ്പിൽ മക്കളുടെ മരണത്തിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് കൽബങ്ങ് പതറിയ അത് ഭർത്താവ് അറിയുന്നതാ. അല്ലാഹുവിന്റെ റസൂലിനുള്ള സൽക്കാരം മുടങ്ങിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് രണ്ടാമത്തെ മോനെയും ഭർത്താവിനോട് പറയാതെ പൊക്കിയെടുത്തുകൊണ്ട് ഒരു പെണ്ണുറുത്തിയതാ. ആദ്യത്തെ മോനെ കടത്തിയ മുണ്ടിന്റെ ചുവട്ടിൽ കടത്തിയിട്ട് രണ്ടാളെയും പുതച്ചു മൂടിയിട്ട് റസൂലുള്ളാഹിനെ സൽക്കരിക്കാൻ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. ആ ചരിത്രം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിനെ സൽക്കരിക്കാൻ പത്തിരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മക്കള് തുണിന്റെ ഉള്ളിൽ മയ്യിത്തായി കിടക്കുകയാണ്. ചിന്തിക്കണേ. ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ ജാബിർ റളിയല്ലാഹുവിന്റെ പണി മാറിപ്പോകുമോ എന്ന് പേടിച്ചു. അങ്ങനെയാണ് ആടിന്റെ മാംസമതാ കഷ്ണിച്ചുകൊണ്ട് വേവിച്ചു. പത്തിരിയെല്ലാം ഉണ്ടാക്കി റെഡിയായി തളികയിൽ വെച്ചു. അപ്പോഴല്ലേ പുന്നാരപ്പുമാ ബദരീങ്ങളിൽ ഒന്നാമനേ, ലോകത്ത് ഒന്നാമനേ, സ്വർഗത്തിൽ ഒന്നാമനേ, ഈമാനിൽ ഒന്നാമനേ, ഇൽമിൽ ഒന്നാമനേ, അല്ലാഹുവിന്റെ മുത്ത് ലോകത്തിന്റെ സത്ത് മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه.
അല്ലാ 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാ. അല്ലാ അല്ലാ ഉമ്മമാരെ, ഈ പന്തലിന്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് പോകുന്നതിന്റെ മുമ്പ് മജ്‌ലിസുൻ നൂറിന്റെ ഇന്നത്തെ സദസ്സിൽ പങ്കെടുത്തതിന്റെ അർത്ഥാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിന്റെ മാനയുടെ സാക്ഷാത്കാരത്തിന്റെ പ്രകാശമയമായ അവസ്ഥയിൽ എല്ലാം സഫലീകരിച്ചതുപോലെ ഈമാനിന്റെ വർധനവോടുകൂടി ഈ സദസ്സിൽ നിന്ന് പിന്തിരിയുമ്പോ ജാബിറിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഈമാനിന്റെ തൊലിക്കട്ടിയുടെ മുമ്പിൽ നിങ്ങളൊന്ന് റളിയല്ലാഹു അൻഹാ എന്ന് ചൊല്ലണേ. അവരെ ബർക്കത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് ഈ മുതല്ലിമിന്റെ അക്ഷരങ്ങൾ കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ജാബിറിന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ജാബിർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ച് ഇരുത്തുകയാ. ജാബിർ ആനന്ദ തുന്തിലനാ, ആഹ്ലാദഭരിതനാ. കാരണം ആരാ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത്? ആർക്കാ സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത്? എന്ത് സൗഭാഗ്യത്തിന്റെ നക്ഷത്രമായ എന്റെ വടിശീലയില് അല്ലാ അല്ലാ. ആ സന്തോഷത്തിന്റെ ആധിക്യത്തില് ജാബിർ ആനന്ദത്തോടെ നിൽക്കുമ്പോ ഫനസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ജാബിറിന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ജാബിറിന് 2 മക്കളുണ്ട് നബിയേ. ആ മക്കളെ വിളിച്ചുകൊണ്ട് അവരോട് കൂടെ അല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് അല്ലാഹു അങ്ങയോട് പറഞ്ഞതായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് യാ റസൂലല്ലാഹ്. നബിയേ, നിങ്ങൾ ജാബിറിന്റെ പോരയില്ല, ഇവിടെ 2 കുട്ടികളുണ്ട്. ജാബിർ ആ 2 കുട്ടികളെയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ 2 കുട്ടികളിപ്പോ എവിടെ ഉള്ളത്? അത് മറന്നോ? ആ 2 കുട്ടികളിപ്പോ എവിടെ ഉള്ളത്? മുണ്ടിന്റെ ചോട്ട് മരിച്ചെടുക്കാണ്. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനാണ് അള്ളാന്റെ കൽപ്പന. അപ്പൊ ജിബ്രീൽ റസൂലുള്ളാഹിനെ മുഖത്തേക്ക് നോക്കി. പിന്നെ നബിയെ, അങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ചിന്തിക്കണേ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു നല്ല വരട്ടിയ ആട് ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നു വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് 2 കുട്ടികളില്ലേ എന്ന് ചോദിച്ചു. അവരെ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇല്ല, ഓലെ വിളിച്ചിട്ട് ഓലെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. ജാബിർ റളിയല്ലാഹു ഇതൊന്നും അറിയില്ല. അപ്പൊ ജാബിർ റളിയല്ലാഹു ഭാര്യനോട് ചോദിച്ചു, ഓക്കെ നമ്മളെ കുട്ടികളെ എവിടെ? ഭാര്യ പറയില്ല. കാരണം ഈ ഭക്ഷണം ഒന്ന് കഴിച്ച് തീരട്ടെ എന്നാ പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ ഇതൊക്കെ മുടങ്ങും. ഭാര്യ ഇങ്ങനെ ഒഴിഞ്ഞു മാറി. ഓലെങ്ങനെ പുറത്ത് പോയതാണ്, വെള്ളം കൊണ്ടുവരാൻ പോയതാണ്, കളിക്കാൻ പോയതാണ്. പിന്നെ ഓലെ വിളിക്കുക ചെയ്യുന്നത്. ഇപ്പൊ വിളിക്കണ്ട, റസൂലിനെ പോയിട്ട് വിളിക്കാൻ. എന്താണ് ആ പെണ്ണുരത്തിന്റെ കൽബ്? ആ പെണ്ണുരത്തിന്റെ കൽബുകൾ നോക്കുകയാണെങ്കിൽ അത് വായിക്കാതെ പെടുന്ന് പിരിയാൻ പറ്റുമോ? എന്താ നമ്മളൊക്കെ അവസ്ഥ? എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഒന്നുമില്ല, എല്ലായിടത്തും പോയിട്ട്. നാളെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ സിയാർത്ത് ചെയ്യണം, മക്കബറയിൽ. നമുക്ക് സിയാർത്ത് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര കരച്ചിൽ, നെഞ്ഞത്ത് ഇങ്ങനെ അടിക്കുക. ഒരു മൊല്ലാക്കന്റെ മുമ്പിൽ മുടിയൊക്കെ കാണിച്ചിട്ട് ഒരു പെമ്പറന്നോള് അങ്ങനെ ആർത്തട്ടേസിക്കുക. ആ മാനെങ്ങാനും കബർന്ന് നീച്ചാൽ മോന്തക്കുറ്റിയാണ്ട് ഇന്ന് കുറ്റിയാവോ തന്നെ. നിങ്ങളോട് ആരാ മക്കബറയ്ക്ക് ഇങ്ങനെ പോകാൻ പറഞ്ഞു? എന്താ നിങ്ങളാണ് ചെല്ലുമ്പോ തന്നെ ഔലിയാക്കൾ വാരി പെണ്ണാൻ വേണ്ടി കിടക്കാന്നൊക്കെ ചെയ്യണം. നിങ്ങൾ മഹാന്മാരെടുത്ത് പോകുമ്പോ അതിനൊക്കെ രീതിയില്ലേ പെണ്ണുങ്ങളെ? നിങ്ങളോട് ആരും ഈ ശരീരം തുറന്നിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞത്? നിങ്ങൾ ഏത് മക്കബറിക്ക് നിങ്ങൾ ഇങ്ങനെ പോണത്? ഒരു പെണ്ണ് മഹാന്മാരായ ഔലിയാക്കളായി അറിയപ്പെട്ടതിൽ മക്കബറിക്ക് അതിന്റെ ചിട്ടയോടെ പോയാൽ അത് നല്ലതാന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷെ ഇങ്ങനെ പോയാൽ ഈ മഹാന്മാർ നാളെ നിങ്ങളെ കയ്യും കാലം കെട്ടിയിട്ട് നിങ്ങളെ ജഹന്നംക്ക് വലിച്ചെറിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. എന്റെ ഇപ്പത്തെ വിഷയം അതല്ല, ഞാൻ പറയാം. അപ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഇങ്ങനെ മാറിക്കളിക്കാൻ, കാരണം മുത്തനബിയെ സ്വീകരിക്കണല്ലോ. ജാബിർ പറഞ്ഞു, പെണ്ണേ എവിടെയാണ് മക്കളെന്ന് ഞാൻ ചോദിച്ചത് സാധാരണ ഞാൻ ചോദിക്കുന്നത് പോലെ ഒരു അന്വേഷണ സ്വഭാവത്തിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് അവരോട് കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കൂല.
എന്ന് പറഞ്ഞിരിക്കുന്നു പെണ്ണേ. അതുകൊണ്ട് നമ്മുടെ മക്കളെവിടെ? ആ സമയത്ത് പിടിച്ചു വെച്ച ജാബിറിന്റെ ഭാര്യയുടെ കൽബങ്ങ് പൊട്ടി, കണ്ണില് വെള്ളമങ്ങ് നിറഞ്ഞു. അത് കവിളിലൂടെ ചാലിട്ടൊഴുകി മുഖമക്കന കൊണ്ട് തുടച്ചുകൊണ്ട് ഏങ്ങലടിക്കുമ്പോ പ്രിയപ്പെട്ട ജാബിർ ചോദിച്ചു, ഞാൻ എന്റെ മക്കളെ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഒന്നും മിണ്ടാതെ ജാബിറിന്റെ കയ്യും പിടിച്ചുകൊണ്ട് രണ്ട് മയ്യിത്തായി കിടന്നിട്ട് റൂമിന്റെ അകത്ത് മുണ്ടിന്റെ അടിയിൽ പൊതിയപ്പെട്ട മക്കളുടെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് ആ ശീല അങ്ങ് നീക്കുകയാ. എന്നിട്ട് ജാബിറിന്റെ നെഞ്ചങ്ങ് തടവുകയാ. നിങ്ങൾ കരയണ്ട, നിയന്ത്രണം വിടണ്ട. ഈ രണ്ട് മക്കളെ നമുക്ക് തന്നത് പടച്ചവനാ. ഈ രണ്ട് മക്കളെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുകയാ. നമ്മുടെ വീട്ടിന്റെ കൊലായിലിരിക്കുന്നത് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വിഷമിക്കണ്ട. നമുക്കും മക്കൾക്കും മുത്ത് റസൂലിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകണേ. നിങ്ങൾ വിഷമിക്കല്ല ജാബിറേ എന്ന് ഭാര്യ പറഞ്ഞ് ആസ്വദിപ്പിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട് ജാബിറിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജാബിറേ നിന്റെ മക്കളെവിടെ? ആ സമയത്ത് ജാബിർ പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്റെ രണ്ട് മക്കള് മൗത്തായി നബിയേ. അവര് മൗത്തായി കിടക്കുകയാണ് നബിയേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ യാ റസൂലല്ലാഹ്? അപ്പോൾ ജിബ്രീൽ പിന്നെയും ഇറങ്ങി. ജിബ്രീൽ ഇറങ്ങിയപ്പോൾ മുത്തുനബി പറഞ്ഞു, ഓ ജിബ്രീലേ, ജാബിറിന്റെ രണ്ട് മക്കളെയും കൂട്ടി ഭക്ഷണം കഴിക്കാനല്ലേ പടച്ചവന്റെ കൽപ്പനയായി നിങ്ങൾ പറഞ്ഞത്? ആ രണ്ട് മക്കൾ മരിച്ചിരിക്കുന്നു. ആ സമയത്ത് ജിബ്രീൽ പറയുന്നു, നബിയേ അത് നിങ്ങളങ്ങ് വിളിച്ചോ നബിയേ. നിങ്ങളെ വായങ്ങ് തുറന്നിട്ട് ഇങ്ങോട്ട് വായെന്ന് വിളിച്ചാ വരാത്ത മക്കളില്ല. ഈ മഹാനായ ഹബീബല്ലേ ബദരീങ്ങളിൽ ഒന്നാമൻ അല്ലാഹുവിന്റെ റസൂൽ എണീറ്റുകൊണ്ട് മൗത്തായി കിടക്കുന്ന പിഞ്ചു മക്കള്, കാലിന്റെ ചോപ്പ് മാറാത്ത മുഖത്ത് രോമം മുളയ്ക്കാത്ത പിഞ്ചു മക്കളായ മയ്യിത്തായി കിടക്കുന്ന ആ മക്കളെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആ മുണ്ടിൽ നിന്ന് ഇറങ്ങി വന്നോ എന്നങ്ങ് കേട്ടപ്പോ അറുത്തുകൊണ്ട് രണ്ട് കഷ്ണമായി കിടക്കുന്ന ജാബിറിന്റെ മോനോ അത് കരുതിയിട്ട് രക്തം കണ്ട് പേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വീണ് മരിച്ചുപോയ രണ്ടാമത്തെ മോനോ ആ മുണ്ടിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ഭക്ഷണം കഴിക്കുകയാ. അത്ഭുതമല്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറകത്തിനാൽ യമെ കാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പിലിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു ദുആക്ക് ഉത്തരം നൽകും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒരു തള്ള അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് വിശ്വാസം അർപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചു. ആ തള്ളന്റെ ഒരു മോനെ പടുവൃദ്ധയാണ്. ആ മോനെ പെട്ടെന്ന് മാരകമായ രോഗം പിടിപെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു. സഹാബാക്കൾ പോയി. സഹാബാക്കൾ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ അവന് സക്രാത്തിന്റെ ഹാലാണ്, ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കൾ അവിടെ എത്തിയതും ആ കുട്ടി മരിച്ചതും ഒപ്പം. അപ്പൊ ഒരു തള്ള പടുവൃദ്ധയായ ഉമ്മ മാത്രമേ ഉള്ളത്. സഹാബാക്കൾ കുട്ടി മരിച്ചപ്പോ അനുശോചനം നടത്തി. ഈ ഉമ്മ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പൊരുത്തപ്പെട്ടോളി, നിങ്ങൾ ക്ഷമിച്ചോളി, അള്ളാന്റെ അടുത്ത് കൂലിട്ടു. അപ്പൊ ഉമ്മ വെച്ചു, എന്തിന്റെ മോൻ മരിച്ചോന്ന് വെച്ചു. ആ മോൻ മരിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടിയോണ്ട് അതൊക്കെ ഞാൻ പറയുന്നത്. മോൻ മരിച്ചിട്ടുണ്ട്. അതിൽ തള്ള വേഗം ഓതൂർത്ത്. പിന്നെ ബരോടം 2 റക്അത്ത് നിസ്കരിച്ചു. മനസ്സറിഞ്ഞിട്ടൊരു പൊട്ടല്, പഠിച്ചോനെ ഇന്നി ആമന്തു ബിക ബി റസൂലിക മുഹമ്മദ്, ഞാൻ നിന്നെ കൊണ്ടും നിന്റെ ഹബീബിനെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. വഹാജർത്തു,
ഞാൻ എന്റെ നാട് ഒഴിവാക്കിയിട്ട് ഈമാന്റെ സംരക്ഷണത്തിന് എന്റെ മുത്തനബിന്റെ കൂടെ മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ട് റബ്ബേ. ഇതൊക്കെ റജാഅൻ തുഈനനി ഇൻദൽ മുസീബ. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ, ഇസ്ലാമൊക്കെ പുതുതായിട്ട് വന്നതല്ലേ, വല്ലാത്ത വിവരങ്ങളുടെ ലോകം തുറന്നിട്ടില്ലല്ലോ. ആ ഇൽമ വെച്ചുകൊണ്ട് ഒരൊറ്റ ദുആ, ഒരു പരീക്ഷണമൊക്കെ ഉണ്ടാകുമ്പോ ഇജിന്നെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ഞാൻ ചെയ്തത്. എന്നിട്ട് ഈ തള്ള പറഞ്ഞു, പഠിച്ചോനെ ഇപ്പൊ ഈ നൽകിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ എനിക്ക് പിടിച്ചിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഒറ്റ മോനേ ഉള്ളൂ. ആ മോനെ ഈ കൊണ്ടുപോയാൽ റബ്ബേ പിന്നെ എന്റെ കാര്യം വലിയ അപകടമാണ്. ഇത് കണ്ട് പറയലോടുകൂടി മയ്യത്തായി കിടക്കണ ആ ചെറുപ്പക്കാരന്റെ തുണിയാണ്ട് ഇളകാൻ തുടങ്ങി. തുണിയാണ്ട് ഇളകിയിട്ട് കട്ടുമല നീച്ചു. സഹാബാക്കളെ കൂടി എന്നിട്ട് ഭക്ഷണം കഴിച്ചു. വാല മുഹമ്മദ് സയ്യിദനാ മുഹമ്മദ്. ഈ കൽബ് അങ്ങോട്ട് അള്ളാഹ്ക്ക് കൊടുക്കാണ് പെണ്ണുങ്ങളെ വേണ്ടത്. എന്നാ ഒക്കെ ശരിയായി. വേറൊന്നും വേണ്ട. ഒന്നും കൂടി കേട്ടോളൂ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മൂസാ നബി അലൈഹിസ്സലാം പാട്ടപ്പേര് വേജാറുണ്ടോ? അത് നടക്കും. ലക്ഷ്യ മതിയാ നടക്കും. ഇവരാരും ഇട്ടില്ലെങ്കിലും മലക്കോൾ കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ വേല ഇട്ടോളൂ. പാട്ടപ്പേര് ലക്ഷ്യാക്കണ്ട, അത് നടന്നോളൂ. ഓരോരുത്തർക്കും ഓരോ ബേജാറായി. നമ്മള് കരുതുന്നിടത്തൊന്നും ആവൂല. മുമ്പ് ഏതോ ഒരു ഉസ്താദ് ഇങ്ങനെ വേല പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ മഹേശ്വര എന്ന് പറയുന്നത് മുമ്പ് ഒരാള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഇയാൾക്കൊന്ന് പഠിച്ചോനെ വേല കേട്ടിട്ട് കാര്യമായിരിക്കും. കാറ് കയറാൻ നേരത്തെ വന്ന് കൈയൊടിച്ച പറഞ്ഞു, ഈമാന്റെ കടുപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് വേല വെക്കാൻ പോലും കഴിയാതെ കാരനെ സാരില്ല, ഈ കരച്ചിലോണ്ടൊക്കെ അള്ളാഹുത്തരങ്ങളെ നാളെ സ്വർഗത്ത് കടത്തുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്തേ പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞതിനെ ഒപ്പം അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ കരഞ്ഞെന്ന് ഈ മൂല്യര് അങ്ങോട്ട് വെച്ചു. ഞാൻ കരഞ്ഞെന്ന് അങ്ങനെ അതിനല്ല, എന്റെ പുരയിൽ ഒരു ആട്ടുകുട്ടി ഉണ്ടായിന്. അതിന് നടുവിലൊരു കൂസം താടി ഉണ്ടായിരുന്നു, ഇവിടെ മാത്രം. അതിങ്ങനെ കിണറ്റില് വീണ് ഒരിക്കല്. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങണ സമയത്ത് ഇന്നെ നോക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞ് കാരണം കിണറ്റിക്ക് ചാടാൻ വയ്യ. അപ്പൊ അത് അവസാനം ശ്വാസം പോണ സമയത്തും ആ കൂസം താടി ഇളക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞെന്ന്. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു കൂസം താടി ഉണ്ട്. നിങ്ങളിങ്ങനെ മേശാര പറയുമ്പോ ആ സിറാത്തും പാലം പറയുമ്പോ ഇങ്ങനെ കുടഞ്ഞപ്പോ നമുക്ക് ആട്ടുകുട്ടിനെ ഓർമ്മ വന്നായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേദന മുമ്പിൽ ഇരുന്നിട്ട് ആട്ടുകുട്ടിനെ എടുത്ത് കത്തിക്കണേ. മൂലിയാരെ കൂസം താടി ഉണ്ട് കണ്ട് അങ്ങനെ ഉണ്ടാവും. അല്ല അയാള് സംഗതി ആള് കാരണിക്കണേ മനുഷ്യരെ കേട്ടിട്ടല്ല. പിന്നെ എന്ന് പറഞ്ഞാല് ഞാപ്പതൊക്കെ മൂപ്പര് ബേജാറായിട്ട് ചുമരേറ്റിട്ട് ഇങ്ങനെ നോക്കാം. മൂപ്പര് ബേജാറ് എന്തല്ല ഇതാണ്. എന്നാ പിന്നെ ഇത് ബേജാറ് വേണ്ട. പിന്നെ ഇവരെന്താ കാട്ട് നമ്മളിട്ട് കൊടുക്കണ്ടേ? നിങ്ങൾ ഇതിലൊക്കെ ഒന്ന് ഇട്ടേരൂല ഞാൻ ചോദിക്കുമ്പോ. നിങ്ങൾ ഒരാൾ മാത്രം പഠിക്കണ്ട, എല്ലാവരോടും കൂടെ ചോദിക്കണേ ഇല്ലേ? അതിനിപ്പോ ഭയങ്കര പിരിവൊക്കെ നടത്തണം അവിടെ വേണ്ടല്ലോ. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ സമയത്ത് മട്ടം പോലെ നടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കേട്ടോളൂ പെണ്ണുങ്ങളെ, കേട്ടോളൂ പെണ്ണുങ്ങളെ, കേട്ടോളൂ. എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ബക്കറ്റ് ഞാൻ ശരിയാക്കി തരാം കേട്ടോ. അല്ലെങ്കിൽ ഇത് വിറ്റാണ് പൈസ ഉണ്ട്. ശ്രദ്ധിക്കണം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഒരു പെണ്ണ് എന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിച്ചിട്ട് കുറെ ആയി, കുട്ടികളില്ല മൂസാ നബിയോട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് കുട്ടികളെ അള്ളാന്റെ അടുത്ത് വാങ്ങി തരണം. മൂസാ നബി അള്ളാന്റെ അടുത്ത് പറഞ്ഞപ്പോ അള്ള പറഞ്ഞു, ആ പെണ്ണിനെ കുട്ടി ഉണ്ടാണ്ടെന്നാണ് എന്റെ തീരുമാനം. അത് മച്ചിയായിട്ട് അങ്ങനെയാണ് പോയിട്ട് മച്ചിയായിട്ട് മരിച്ചു പോയിക്കോട്ടെ എന്ന് എന്റെ തീരുമാനം. മച്ചി എന്ന് പറഞ്ഞാൽ അറിയില്ല ഇവിടെ അതന്നെയല്ലേ ഭാഷ മാറിയ വലിയ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ലല്ലോ. ചിലതൊരു പിടുത്തം കിട്ടൂല. അപ്പൊ മിഞ്ഞാന് കർണാടകയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പരിയിൽ ഇങ്ങനെ പോയിരുന്നപ്പോ പിന്നെ കണ്ണനിപ്പോ വരുന്ന എന്നോട് എന്നിട്ട് ചോറേക്കാതെ. അപ്പൊ എനിക്ക് ഈ കണ്ണൻ നല്ല ഇഷ്ടമാണ്. ഈ കണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമുള്ള മീനാ. അത് ഞാനും കരുതിയിട്ട് എനിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ആരെങ്കിലും പോകാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കണ്ണൻ ഇഷ്ടമുള്ളത്. അങ്ങനെ വലിയ കണ്ണനായിട്ടൊക്കെ വരും. അങ്ങനെ ചോറയിക്കാനായിട്ട് പറഞ്ഞു വെച്ചിട്ട് ഞാൻ കണ്ണൻ കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കാം. 10 കഴിഞ്ഞിട്ട് ചോറ് തന്നെ. അപ്പൊ ഇനി പറഞ്ഞു കണ്ണപ്പ വരുന്നൊരു ചോറയിക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വേഗം വരാൻ വേണ്ടി പറയുന്നത്. ഞാൻ അത് ഏതോ കണ്ണൻ ആരോ കൊണ്ടുവരാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചങ്ങായി ഇങ്ങനെ വരുന്നുണ്ട്. ആ കണ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചോളി. അപ്പൊ അവിടെ കണ്ണൻ എന്ന് പറഞ്ഞ മരുവനാണ് ഈ പറഞ്ഞത്, അളിയനെ. ഞാൻ പഠിച്ചോനെ ഞാൻ കരുതി ഈ കണ്ണനാണ് ഇപ്പൊ ഈ സമയം വരെ കാത്തുണ്ട്. ഞാൻ കരുതിയ തോട്ടുന്ന് കുറിച്ച് ആ കണ്ണനാണ്. അല്ല അങ്ങനെ ഉണ്ടാവും, ഭാഷ മാറിയില്ല. എല്ലായിടത്തും ഒരേ ഭാഷ ആവില്ലല്ലോ. ഞാൻ മലപ്പുറം ജില്ലയിലെ കണ്ണന്റെ അർത്ഥം വെച്ച് എന്നിട്ട് തൊള്ളിയിലെ വെള്ളം വെച്ചിട്ട് ആ കണ്ണൻ അങ്ങനെ കാത്തുക്കുമ്പോ കേറിന് ഒരു കണ്ണനാണ്, ബൽപ്പുള്ള കണ്ണൻ. ഇതിനെ എങ്ങനെയെങ്കിലും ശവായക്ക് തിന്നാൻ പറ്റുമോ നമുക്ക്? ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളാകുന്ന കണ്ണനെ കുറെ സമയം കാത്തു നിന്നായിരുന്നു. അല്ല ഒരു സ്ഥലത്ത് പണ്ട് മൂലേരായിട്ട് ദ്വാരണിയില്ലേ എത്തു കൊടുത്താ ഇവിടുന്ന്. ഇവിടെ കുറെ കല്യാണം കഴിച്ചൊന്നല്ലാതെ കുട്ടികളില്ല. മൂലേര് ഞാൻ തന്നെയാണ് മൂലേര് നിങ്ങൾ കരുതിക്കൊണ്ട് മൂലേരാണ്ട് ദ്വാരുന്നു. പഠിച്ചോനെ ഇവിടുത്തെ ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ. ഒറ്റ കുട്ടി ആമീൻ പറഞ്ഞില്ല.
അധ്യക്ഷൻ കുലുങ്ങി കുലുങ്ങി ചിരിക്കുക. ആകെ 3 പല്ലേ ഉള്ളൂ. തുറന്ന് ചിരിക്കുക. ദേഷ്യം കണ്ട് പിടിച്ചു. ഒരാൾ ആമീൻ പറഞ്ഞ് സഹകരിക്കണില്ല. അപ്പോ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞു, ഉസ്താദ് ഇവിടെ കെട്ടിയ പെണ്ണിനല്ലേ ഭാര്യ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്നാ വേഗം തിരുത്തി കളിയറിഞ്ഞു. ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം മോശമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഭാര്യക്ക് എന്താ പറയാന്ന് വെച്ചു. പെരിച്ചായി എന്നാണ്. അതില് ദ്വാങ്ങട്ട അടിച്ചു മാറി. ഇവിടുത്തെ പെരിച്ചായികൾക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ. അപ്പൊ നിങ്ങൾക്ക് സംഗതിയിൽ മച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനിയൊരു ഉദാഹരണം കൂടി പറയണം. മച്ചി. അപ്പൊ മൂസാ നബി പറഞ്ഞു, അവളങ്ങ് മക്കളില്ലാതെ മച്ചിയായി ജീവിച്ചുകൊണ്ട് മച്ചിയായി മരിച്ചോട്ടെ എന്നാ ഞാൻ കരുതിയത്. ആ സമയത്ത് കലീമുല്ലാഹി മൂസ ആ പെണ്ണൊരുത്തിയോട് പറഞ്ഞു, ഇനി ഇത് പറഞ്ഞിട്ട് ഇവിടെ വരരുത്. കാരണം അള്ളാന്റെ തീരുമാനം നിനക്ക് കുട്ടി വേണ്ട എന്നാ. തീരുമാനം കിട്ടിയല്ലോ. പെണ്ണങ്ങോട്ട് പോയി പരീക്ഷ. പെണ്ണ് തീരുമാനക്കാണ് പറഞ്ഞു. രാത്രി കണ്ട് ഓർത്താണ്ട് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. യാ മദൂദ് യാ റഹീം യാ റഹ്മാനു യാ വഹാബ് യാ തവ്വാബു യാ ഫത്താ യാ കരീമു യാ ജവാദ് യാ അല്ലാഹ്, ഈ പാവത്തിന് മക്കളെ തരണേ തമ്പുരാനേ, എനിക്ക് മക്കളെ തന്നെ പഠിച്ചോനെ. 2 മാസമായിട്ട് ജപ്പോക്കിന് ഗർഭായി. നോക്കാണ് നിങ്ങള്. മൂസാ നബി പറഞ്ഞ പഠിച്ചോന്റെ തീരുമാനം എനിക്ക് മക്കളുണ്ടാവില്ല എന്നാണ്. നീ ഇത് പറഞ്ഞിട്ട് കണ്ട് വരണ്ട. 2 മാസമായപ്പോത്തിന് അവിടെ ഗർഭായി. ഈ പെണ്ണ് പിന്നെ ഗർഭിണിയായിട്ട് മൂസാ നബിന്റെ അടുത്ത് വന്നപ്പോ മൂസാ നബി കൊണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്ത് ഗർഭായതിലല്ല, പിന്നെ എന്തിനാ ഞെട്ടിയെന്ന്. അതാ എന്തിനാ ഞെട്ടിയ ഉണ്ടാവൂല എന്നാണ് പഠിച്ചോൻ പറഞ്ഞു. ആരെങ്കിലും അല്ല, ഞാൻ പറഞ്ഞ ചിലപ്പോ ഉണ്ടാവും. ആ പറയേണ്ടവർ പറഞ്ഞാലല്ലേ ഉണ്ടാവുള്ളൂ, പറയേണ്ടവർ പറഞ്ഞാലല്ലേ ആക്കുള്ളൂ. മുമ്പ് ഈ മലപ്പുറം ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കാണ്ട് കൂടി. അപ്പോൾ ഒരു വലിയൊരു തങ്ങളുണ്ടായിരുന്നു. നല്ല മുത്തക്കയ്യ മനുഷ്യനായിരുന്നു, നല്ല കറാമത്തിന്റെ സ്വായി പോയിരുന്നു. വെള്ളം അങ്ങോട്ട് കൂടിയപ്പോ തങ്ങൾ എന്ത് ചെയ്ത് വലിയൊരു വടി കൊണ്ടിട്ട് റോഡിന് സൈഡിൽ വെച്ചിട്ട് ഇതിന്റെ അപ്പുറത്ത് കൊണ്ട് കടക്കണ്ട. വെള്ളം അവിടാണ്ട് വന്നു. പിന്നെ കടന്നു. ആ തങ്ങളൊക്കെ മരിച്ചുപോയി. പിന്നെയും വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ അവിടെ നിസ്കരിക്കാത്ത ഒരു ഹംക്കുണ്ടായിരുന്നു. അങ്ങനെ കോപ്പിരാട്ടത്തിനും കാട്ടി നടക്കണം. ഓൻ പറഞ്ഞു, തങ്ങൾ അങ്ങനെ വടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പഠിക്കും. വെള്ളപ്പൊക്കം കയറിയപ്പോ ഒരു മുണ്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ വെച്ച് വെള്ളം കണ്ട് വന്നിട്ട് പടി കണ്ട് തെറിപ്പിച്ചിട്ടുണ്ട്. വെള്ളം കയറി ഇവന്റെ പോരന്റെ അടുക്കളയിൽ കണ്ട വെള്ളം കയറി. അവിടുന്ന് പാണ്ട് കൂടിയത്. അപ്പൊ വെക്കണ്ടോര് വെച്ചാലല്ലേ വെള്ളം നിൽക്കുള്ളൂ. എല്ലാരും കൂടി പോയി വെച്ചാൽ പറ്റുമോ? അല്ല. അള്ളാഹുവിന്റെ റസൂലിനടുത്തേക്ക് അലിയാർ വന്നു. ചെങ്കണ്ണ അലിയാർ കണ്ണും കണ്ട് പഴുത്ത് കണ്ണ് ചുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമനീരും കണ്ട് എടുത്തിട്ട് കണ്ണിലാണ്ട് പറ്റി കൊടുത്ത് ചെങ്കണ്ണാണ്ട് മാറി. അന്ന് കള്ളപ്രവാചകത്വം ബാധിച്ചിരുന്ന ആളാ മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിക്കും ചെങ്കണ്ണുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് അനുയായി പോയിട്ട് പറഞ്ഞു, എനിക്ക് ചെങ്കണ്ണാണ് നിങ്ങൾ മാറ്റി തരുന്നത്. അതിൽ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, ഹേയ് ചെങ്കണ്ണൊന്നും മാറ്റാൻ പറ്റൂല, അത് മുഹമ്മദ് മാറ്റി കൊടുക്കലുണ്ട്. അതിൽ പറ്റില്ലേ? എന്താന്ന് വെച്ചാൽ എങ്ങനെ മാറ്റി കൊടുക്കില്ല? ചെങ്ങണ്ടുള്ള ആൾക്ക് കണ്ണൊക്കെ മുപ്പര ഉമനീരിട്ട് പറ്റലാണ്, അപ്പൊ മാറലാണെന്ന് പറഞ്ഞു. അതില് മുസൈലിമത്തുൽ കദ്ദാബ് തൊള്ളേക്കാണ്ട് കയ്യിട്ട് ഓന്റെ എരപ്പായ ഉമനീരെടുക്കാൻ തള്ളെ കയ്യിട്ടിട്ടാണ് ആ ചെങ്ങണ്ടുള്ള കണ്ണും കണ്ടു വെച്ചോളൂ. ആണ്ട് തേച്ച് മറ്റേ കണ്ണോട് പൊട്ടി, രണ്ടോട് പൊട്ടി. അതിന്റെ ആള് വെക്കുമ്പോഴല്ലേ ആ ഗുണം ഉണ്ടാവുള്ളൂ. എല്ലാരും വെക്കാൻ പറ്റുമോ? അല്ല, എല്ലാരും വെക്കാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം അള്ളാന്റെ തീരുമാനമാണ് ഈ പറഞ്ഞത്. പിന്നെ അത് എന്താണെങ്കിലും മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ പെണ്ണ് ഗർഭിണിയായിട്ടാ വന്നത്. അതിൽ മൂസാ നബി അലൈഹിസ്സലാം പെണ്ണുങ്ങളെ കേട്ടോളൂ, പടച്ചവനോട് ചോദിക്കുന്നു, അല്ലാ ഗർഭിണിയായതിൽ എനിക്ക് സന്തോഷമാ, പക്ഷേ ആ പെണ്ണ് മുമ്പ് വന്നുകൊണ്ട് ഗർഭമുണ്ടാകാൻ ഹാസിലാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ നിന്നോട് ഞാൻ അന്വേഷിച്ചപ്പോ നീ എനിക്കറിയിച്ചത് ആ പെണ്ണിന് കുട്ടികൾ ഉണ്ടാകൂല എന്നാണല്ലോ. ഇപ്പോൾ ഗർഭിണിയായിട്ട് വന്നതാണല്ലോ. സർവശക്തനായ സർവജ്ഞനായ നാഥ, ഇതിന്റെ രഹസ്യം എന്താ? ആ സമയത്ത് അള്ളാഹു പറയുകയാണ്, മൂസാ
ആ പെണ്ണ് വന്ന് നിങ്ങളോട് ആവലാതി പറയുന്ന സമയത്ത് എന്റെ തീരുമാനം അങ്ങനെ തന്നെ ആയിരുന്നു മൂസ. പിന്നീട് ആ പെണ്ണ് അന്ന് രാത്രിയിൽ പോയി എന്റെ ഇസ്മുകൾ ഒന്നൊന്നായി വിളിച്ചുകൊണ്ടങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ ഞാൻ തീരുമാനം അങ്ങ് മാറ്റി മൂസ. ആ പെണ്ണിന് കുട്ടിയെ കൊടുത്തു മൂസ. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങളുടെ തീരുമാനത്തിൽ നീ വല്ല ആക്സിഡന്റോ വല്ല സിഹറോ വല്ല ഐനോ വല്ല മാനക്കേടോ വല്ല നാണക്കേടോ വല്ല ഗുരുത്തക്കേടോ പെടുന്നണിയുള്ള മരണമോ മാരകമായ രോഗമോ കടക്കണി കൊണ്ട് കുടുങ്ങലോ അല്ലാഹുവേ, തീ ആക്സിഡന്റോ ഇടിമഞ്ഞലോ ഷോക്കടിക്കലോ പാമ്പ് കടിക്കലോ ഗർഭസമയത്തുള്ള മരണമോ പ്രസവ സമയത്തുള്ള മരണമോ വല്ല ക്യാൻസറോ അറ്റാക്കോ ട്യൂമറോ നീ വെച്ചെങ്കിൽ തമ്പുരാന് നിന്റെ മഹളായ ഫള്ളുകൊണ്ട് ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട് ഈ മാസം ലോകത്തോട് വിട പറഞ്ഞ നിന്റെ ഹബീബിന്റെ സാഹിബായ സയ്യിദുൽ ഔലിയായി അബൂബക്കർ സിദ്ദീഖിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ കല നീ തട്ടിമാറ്റണേ അല്ലാ, തട്ടിമാറ്റണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഒന്ന് ആമീൻ കൊണ്ട് പൊതിഞ്ഞോ, തട്ടിമാറ്റണേ റബ്ബേ. ക്യാൻസർ കൊണ്ട് ഞങ്ങളെ കൊടുക്കല്ലേ, അറ്റാക്ക് കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ, സിഹറുകാരന് വിട്ടുകൊടുക്കല്ലേ, ഐനിൽപ്പെടുത്തി തളർത്തല്ലേ, ആക്സിഡന്റ് വരുത്തല്ലേ, പെടുന്നനെ മരിപ്പിക്കല്ലേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. നിന്റെ മാർഗത്തിലുള്ള മുഹിബ്ബീങ്ങള് എല്ലാ നാട്ടിലും നീ അധികരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പിൻഗാമികളായി ഞങ്ങളുടെ മക്കളെയും ശിഷ്യന്മാരെയും ഈ മേഖലയിൽ അവരുടെ ദഅവത്ത് കേട്ടുകണ്ട് കൂർമണിഞ്ഞുകൊണ്ട് മരിക്കാൻ നീ അവസരം നൽകണേ അല്ലാ. അതിനു മുമ്പ് മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹു ഈസ കബൂലാക്കി തരട്ടെ. അല്ലാഹു ഈസ കബൂലാക്കി തരട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. മജ്‌ലിസ് ദുആ ഇവിടെ നടത്താണ്ട് 2 മണിക്കൂറോളായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അങ്ങനെ ആള് കൂടുന്ന ഒരു സ്ഥലമല്ല എന്നോട് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പ്രിയങ്കനായ അസ്രഫ് സാഹിബ് ഇവിടെ ഇല്ലേ? അത് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ നിങ്ങൾ എല്ലാരും വന്നത് ഒരു വരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പെണ്ണുങ്ങളെമ്പാടുണ്ടാണ് സാസാണ്. പക്ഷെ മജ്‌ലിസൊന്നും തീരെ ആളുണ്ടാവില്ല എന്നോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വന്നതാണ്. പിന്നെ അൽഹംദുലില്ലാഹ് അപ്പൊ അല്ലാഹു തആല കുറച്ച് ആളുകളെയും തന്നതാണ്. അല്ലാഹു നമ്മുടെ ഈ സാസ് കബൂലാക്കി തരട്ടെ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പേരിലുള്ള സദസ്സാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇവിടെ വന്നത് നിങ്ങളിൽ നിന്ന് കിട്ടണ വാങ്ങി പോകാനല്ല. നിങ്ങൾ ഇവിടെ വന്നത് എന്റെ നിന്ന് കിട്ടണ വാങ്ങി പോകാനല്ല. നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് ലക്ഷ്യം അല്ലാഹു. അതുകൊണ്ട് ഈ പാതിരാത്രിയിൽ അല്ലാഹു ഇത് വെറുതെ ഖായിബാക്കൂല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ചോനെ, നിന്റെ മാർഗത്തിൽ ഈ പാവങ്ങൾ ഈ പാതിരാത്രിയിൽ ഈ തെങ്ങുംതോപ്പിന്റെ ഇടയിൽ ജോലിയുള്ള ആളുകളുണ്ട്. അഫ്സലൊക്കെ ജോലിന്റെ ഇടയിൽ വന്നതായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചു വന്നതായിരിക്കും. ഒരു അഫ്സൽ മാത്രമല്ല, ഒരുപാട് സഹോദരൻ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ വേറെ ഉണ്ട്. എന്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ വേറെ വന്നിട്ടുണ്ട്. പലരും SLC പരീക്ഷ നേരിടുന്ന സമയമാണ്. ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതല്ല, വരണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാലും വന്നതാണ്. വേറെ ഒരുപാട് പരീക്ഷ നേരിടുന്ന കുട്ടികളുണ്ട്, വേറെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, തിരക്കുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഓരോ ആളുകളുടെയും ഫീൽഡിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സഹായം നൽകട്ടെ, അല്ലാഹു വിജയം നൽകട്ടെ, അല്ലാഹു വിജയം നൽകട്ടെ. അല്ലാഹു നമ്മളൊക്കെ ഇസ്സത്തിലാക്കട്ടെ. പഠിച്ചോ മാനം കെടുത്താതിരിക്കട്ടെ, അല്ലാഹു നാണം കെടുത്താതിരിക്കട്ടെ, അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ. നമ്മളൊന്നുമല്ല, നമ്മൾ വളരെ പാവപ്പെട്ട പാപികളായ ദോഷികളായ ബലഹീനരാണ്. അല്ലാഹു ബലവാനാണ്. അവൻ ഒരുപാട് തമ്മാടികൾ ഔലിയാക്കളാക്കിയവനാണ്, ഒരുപാട് കൊലയാളികളെ ഔലിയാക്കളുടെ നേതാക്കളാക്കിയവനാണ്. അതുകൊണ്ട് അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളെല്ലാരും, ആണുങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഒരു ബക്കറ്റ് കൊണ്ടാൽ മതി. ആണുങ്ങളെല്ലാരും ഒന്ന് അവിടുന്ന് എണീറ്റ് നിന്നിട്ട്, ഇവർക്ക് വേറെ വരെ കയ്യിൽ ഫണ്ടൊന്നുമില്ല, ഇത് മജ്‌ലിസ് കൊണ്ട് സാസാണ്, ഞാൻ ബക്കറ്റാണ്ട് കൊടുത്തേക്കണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങോട്ട് വരുത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എണീക്കണതിന് മുമ്പ് നിയ്യത്ത് വെച്ചോളി, നിയ്യത്ത് വെച്ചോളി. ദോഷങ്ങൾ പോർക്കണം, രോഗങ്ങൾ ശിഫയാവണം, ഈമാനോടെ മരിക്കണം, സ്വർഗം കിട്ടണം. പരീക്ഷണങ്ങൾ നമുക്ക് ദുനിയാവിൽ ഉണ്ടാവും, സാരില്ല. പക്ഷെ അതിനെ അതിജയിക്കാനുള്ള ഒരു കൽബാണ് വേണ്ടത്. പരീക്ഷണങ്ങൾ നമ്മളെക്കാൾ ഇവിടെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ മുഹമ്മദ് റസൂലുള്ളാഹി.
നിങ്ങൾ ഇവിടെ ഉണ്ടാവും. എനിക്ക് നല്ല മരുന്ന് ഇടക്ക് കൊടുത്തില്ല. നിങ്ങൾ വരവ് കണ്ടിട്ട് ആ മരുന്നുകളെല്ലാം കുടിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ലൊരു തുടക്കം. എല്ലാരും ഒന്ന് വരി. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവം ഇട്ടിട്ട് അവിടെ ഇരിക്കും. നമുക്കൊന്ന് കൂടി ദ്വാരന്നിട്ട് വളരെ പെട്ടെന്ന് പിരിയും ഇൻഷാ അല്ലാഹ്. എല്ലാരും വരി, എല്ലാരും വരി. അതിലാരും ഒഴിവാല്ലേ. ഒരു 10 സലാത്തൊന്ന് ചൊല്ലിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി